ഇതിന് വന്നതിന് നമ്മൾ ഒരു രീതിയിൽ അതിനെ അതിജീവിച്ച് വരുമ്പോഴാണ് അതിലും ഭയാനകമായ രീതിയിൽ നമ്മുടെ രണ്ടാമത്തെ തരംഗം വരികയും വീണ്ടും ഒരു പൂർണ്ണമായി ലോക്ക്ഡൗണിലേക്ക് പോയ ഒരവസ്ഥയാണ്. നമുക്ക് ഇത് അതിജീവിച്ചേ മതിയാവും. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും വാല്യുള്ള ഒരു സെക്ടറാണ് നമ്മുടെ MSME സെക്ടർ തന്നെ. ഇത് നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റ് തലത്തിലെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തന്നെ. അപ്പൊ അതിൻ്റെ ഈ അതിജീവനത്തിന്റെ സമയം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുത്ത് ഈ സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്ത KSSI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ ആദ്യം തന്നെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വ്യവസായ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ വ്യവസായ സമൂഹത്തിന് മാനസികമായ ഒരു ധൈര്യം നൽകാൻ ഇതെന്തുകൊണ്ടും ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റിയത്. നമുക്കറിയാം, സാമ്പത്തികമായി നമ്മുടെ നാടും എല്ലാം വളരെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഈ വ്യവസായ സമൂഹത്തെ അവർ തളർന്നു പോകരുത്. അവർ തളർന്നാൽ എല്ലാം അത് നെഗറ്റീവായി പോകും. അതിന് ഒരു കാരണവശാലും അനുവദിക്കരുത്. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നാം എല്ലാവരും ഇതിനു വേണ്ടിയാണ് എന്നുള്ള ഒരു രീതി നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ തളർന്നു പോകാതെ, ഈ കാലഘട്ടം കഴിഞ്ഞു പോകും, ഈ കാലഘട്ടം നമ്മൾ അതിജീവിക്കും, യാതൊരു സംശയമില്ല. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ അതിന് മറികടക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ആ രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമുക്ക് ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളതും. അപ്പൊ ആ സംഭവം നമ്മൾ മുതലെടുത്തുകൊണ്ട് ഒരു നല്ലൊരു ഇന്ററാക്ഷൻ രീതിയിലോട്ട് കൂടി ഈ സെമിനാർ കഴിയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി, നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം പാടെ കളഞ്ഞുകൊണ്ട് തന്നെ പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവ് എനർജിയോടുകൂടി നമുക്ക് വ്യവസായ സമൂഹത്തിന് ഒരു ഉയർച്ച ഉണ്ടാകണമെന്നും അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ എന്ന് തുടക്കം കുറിക്കണമെന്നും ഞാൻ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നമ്മുടെ ഓരോ നിയമനിർമ്മാണങ്ങളും നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോഴും ഓരോ രീതികൾ വരുമ്പോഴും അതിന് ഒരു പരിധിവരെ അതിൻ്റെ തൂണുകളായി അതിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ നൽകുവാൻ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വ്യവസായ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് നാളെ നിയമനിർമ്മാണമായിട്ടും നമ്മുടെ നിയമങ്ങളായിട്ടും മാറുന്നതിന് സാധിച്ചിട്ടുണ്ട്. ആ പോസിറ്റീവ് സൈൻ മുതലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വ്യവസായ സമൂഹം, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ സമൂഹത്തിന് ഇനിയും ഉയർച്ചകളിലേക്ക് പോകാം. നമുക്ക് കേരളത്തിന് മാതൃകയാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങളുടെ ഒപ്പം വ്യവസായ വകുപ്പിന്റെ എല്ലാ ജീവനക്കാരും എപ്പോഴും നിങ്ങളുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ കൈപിടിച്ചുണ്ടാവുമെന്ന ഉറപ്പ് കൂടി നൽകിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അജേട്ടനാണ്. അജേട്ടനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൂടാണ്. ബഹുമാനപ്പെട്ട KSI പ്രസിഡന്റ് മിസ്റ്റർ അബ്ദുറഹ്മാൻ, ചീഫ് ഗസ്റ്റ് മിസ്റ്റർ നജീബ്, പ്രിയപ്പെട്ട നമ്മുടെ സ്പീക്കർ ബാലുഗോപാൽ സർ, ഇത് നമ്മുടെ 8ാമത്തെ KSIയും നമ്മളും കൂടി ചേർന്ന് ചെയ്യുന്ന 8ാമത്തെ വെബിനാറാണ്. ഹാൻഡ് ഹോൾഡിംഗ് MSMEs എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യുന്ന 8ാമത്തെ വെബിനാറാണ്. ഈ 8ാമത്തെ വെബിനാറിന് ഇത് കൂടെ ചെയ്യാൻ KSSI തന്ന സപ്പോർട്ടും ഇനീഷ്യേറ്റീവും വളരെയധികം ഈ എക്കോസിസ്റ്റത്തിന് തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ എക്കോസിസ്റ്റത്തിന് തന്നെ ഒരു മോഡലാണ്. മാത്രമല്ല നമ്മോടൊപ്പം ഇക്കാര്യങ്ങളിൽ എല്ലാത്തിലും കൂടെ നിന്ന് കാലിക്കറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷനും, ടൈ കേരളയും, കേരള സ്റ്റാർട്ടപ്പ് മിഷനും,
മൊത്തം ഒരു MSME സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ചകളും അതിനുള്ള ചില ഇൻപുട്സുമാണ് നമ്മൾ ഇങ്ങനത്തെ വെബിനാറിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് സെഷൻ, അതായത് മഹാമാരി കാലത്തെ അതിജീവനവും നിങ്ങളുടെ ബിസിനസ്സും എന്ന കാര്യത്തിനെ കുറിച്ച് ബാലഗോപാൽ സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചിരുന്നു. പക്ഷേ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഇതൊരു ഇൻട്രാക്ഷൻ ഇല്ലാണ്ട്, ഒരു ഇൻട്രാക്ഷനിൽ കൂടി അല്ലാണ്ട് ഇതൊരു നല്ല ക്ലോസിങ് ആവില്ല എന്നുള്ള വിധത്തിൽ ബാലഗോപാൽ സാർ സംസാരിക്കുകയും he came forward and expressed that he want to interact with you all. നിങ്ങളോട് എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ ഞങ്ങളും അത് വളരെ പ്ലാൻ ചെയ്യും. KSSIയും അത് നടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പാർട്ട് 2, ഈ സെഷൻ്റെ ഈ പാർട്ട് 2 നടക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവത്തിന്, ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഇൻവൈറ്റ് ചെയ്യല്ല, കെയിം ഫോർവേഡ്, വോളണ്ടറി ആയിട്ട് കെയിം ഫോർവേഡ് ആയ ബാലഗോപാൽ സാറിന് വളരെയധികം ഞാൻ നന്ദി പറയുന്നു. KSSIയും ബാലഗോപാൽ സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ ബ്രീഫായിട്ട് കഴിഞ്ഞ സെഷനിൽ ബാലഗോപാൽ സാർ നമുക്ക് തന്ന ഇൻപുട്സ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. എന്നുവെച്ചാൽ പലരും പുതുതായി ചേരുന്നുണ്ട്, അപ്പോൾ അവർക്കും കൂടി അതൊരു കാര്യമായിരിക്കും എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇൻപുട്ട്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, നമ്മളിത് ഇന്ന് ഈ നടന്നു പോകുന്നത് നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു നൂറ്റാണ്ടിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഇങ്ങനത്തെ ഒരു സംഭവം വല്ലപ്പോഴേ സംഭവിക്കുകയുള്ളൂ. ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ഡിനയൽ മോഡ് എന്ന് പറയുന്നത് നിഷേധാത്മകമായിട്ട് നമ്മൾ ഈ കാര്യത്തിന് ഒരിക്കലും കാണരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു കുഴപ്പമില്ല, നാളെ തീരും, അങ്ങനെ കാണരുത്. നമ്മൾ ഒരിക്കലും ഒരു ഡിനയൽ മോഡിലായിരിക്കരുത് എന്നുള്ളത് വളരെ ശക്തമായിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നു. മാത്രമല്ല, ഇത് ഇപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ബട്ടൺ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ ഒരു പോസ്റ്റ് ബട്ടണിനോണ്ട് ഉണ്ടായ ഇമ്പാക്റ്റുകൾ പല വിധത്തിലാണ്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നത് 4 വിധത്തിലുള്ള ഇമ്പാക്റ്റുകളാണെന്ന് പറഞ്ഞത്. ഇമ്പാക്റ്റ് ഓൺ ബിസിനസ്, പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള ഇമ്പാക്റ്റ്, നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, നമ്മുടെ എംപ്ലോയീസിൽ, ജീവനക്കാരിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഇതിനെല്ലാം നമ്മുടെ ബിസിനസ്സിനെയും എല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ച് നടത്തുന്ന നമ്മുടെ സപ്ലൈ ചെയിനിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്റപ്ഷൻ, ഈ 4 ഡിസ്റപ്ഷനെ കുറിച്ചിട്ടാണ്, ഈ 4 ഇമ്പാക്ട്സിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം നമ്മൾക്ക് അന്ന് കഴിഞ്ഞ സെഷനിൽ വിവരിച്ചു തന്നത്. മാത്രമല്ല, ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് 2 ബക്കറ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വയ്ക്കാം. ചില കാര്യങ്ങൾ ഡോണ്ട് ഡു ദിസ് ആൻഡ് ഡു ദീസ് എന്നുള്ളൊരു ചില അങ്ങനെ ഒപ്പീനിയൻസ് മാത്രം, അങ്ങനെ എപ്പോഴും പറയേണ്ടത് എൻ്റെ ഇൻസ്ട്രക്ഷനിലെ എൻ്റെ മനസ്സിലുള്ള അഭിപ്രായങ്ങളാണ് എന്നുള്ള വിധത്തിൽ അങ്ങനെ പ്രസന്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ്. അതായത് നമ്മൾ നേരത്തെ ഞാൻ സംസാരിച്ചിരുന്ന മാതിരി നെവർ ബി ഇൻ എ ഡിനയൽ മോഡ്. ഇത് റിയൽ ആണ്, ഇതൊരു ഫാക്റ്റ് ആണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എന്ന് തീരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഉറപ്പില്ല. ആ വിധത്തിൽ വേണം നമ്മൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. എന്നാലും അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം. പിന്നെ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിനെ ഒരിക്കലും നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യരുത്. അതുമ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ഡിസ്റിഗാർഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അപകടകരമായൊരു സംഗതിയാണ്. സോ ആ ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ്, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്യാഷ് ഫ്ലോ ബാക്കിയുണ്ടെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ആദ്യം പേ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെല്ലാം വളരെയധികം ലോങ് ടൈം ഇമ്പാക്റ്റ് ആൻഡ് കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മളെ പല ലീഗൽ സംഗതികളിലേക്കും നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ളതായതുകൊണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ ഒരു പണം ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ്, ഗവൺമെൻറ്റിലേക്കുള്ള പേയ്മെൻറ്റ്സ് നമ്മൾ നടത്തണം. പിന്നെ അങ്ങോട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവനക്കാരുടെ, നമ്മുടെ എംപ്ലോയീസിൻ്റെ പേ ചെക്ക്, നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സും എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് പേ ചെയ്യണം. അല്ലെങ്കിൽ ലെറ്റ് us ബി വെരി ട്രാൻസ്പെറൻറ്റ്. അവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, നമ്മുടെ സാമ്പത്തിക അവസ്ഥ സംസാരിക്കുക, അവർക്ക് നാളെ നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുക. ഇതാണ് ചെയ്യാതിരിക്കരുത്. അതായത്
പേ ചെയ്യാതിരിക്കരുത് എന്നുള്ളത്, ഇങ്ങനെ കുറച്ച് ഡോൺസ് ആണ് സാർ പറഞ്ഞു തന്നത്. പിന്നെ ഡൂസിൽ പറഞ്ഞു തന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബാങ്കുമായിട്ട് നമ്മൾക്ക് കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം. ബാങ്കിൻ്റെ പുതിയ സ്കീമുകൾ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് എന്താ വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പേബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല സന്ദർഭമാണ് മിണ്ടാണ്ടിരിക്കുക എന്നുള്ള വിധത്തിൽ മിണ്ടാണ്ടിരിക്കരുത്. പേബിൾ എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ പേ ചെയ്യുക, റീനെഗോഷിയേറ്റ് ചെയ്യുക. റീനെഗോഷിയേറ്റ് ചെയ്തില്ലെങ്കിലും നടന്നില്ലെങ്കിലും നമ്മൾ അത് പേ ചെയ്യണം എന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ടെന്നാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സപ്ലയേഴ്സിന് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വശം റിസീവബിൾസ്, നമുക്ക് കിട്ടാനുള്ള റിസീവബിൾസ്. അതിന് അങ്ങോട്ട് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഡു സ്ട്രെസ് ടെസ്റ്റ്. സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നമുക്ക് കിട്ടാനുള്ള പണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ആ പേ ചെയ്യാൻ സാധിക്കുന്നുള്ളവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ടീമിലായിട്ട് ഇത് ഒരുമിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അതെങ്ങനെയെങ്കിലും നമുക്ക് കുറേശ്ശെയായിട്ടെങ്കിലും വാങ്ങാൻ സാധിക്കണം. അത് റെഗുലർ നമ്മളൊരു കോണ്ടാക്റ്റിൽ കൂടെ നടക്കണം. അതൊരു റിലേഷൻഷിപ്പ് കൂടെ ആയിരിക്കണം ഇത് മുഴുവൻ നടക്കുന്നത്, പേബിൾസ് ആയാലും ശരി റിസീവബിൾസ് ആയാലും ശരി. പിന്നെ പറഞ്ഞ വേറൊരു കാര്യം, ക്യാഷ് ഈസ് ദ കിങ്. പണം ആണ്, അത് സൂക്ഷിക്കുക. ഒരു പൈസ പോലും അനാവശ്യമായിട്ട് നാളെ ഒരു ബെനിഫിറ്റ് കിട്ടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്, ചെലവാക്കരുത്. ആ പൈസ നമുക്ക് പലപ്പോഴും ഈ മഹാമാരി ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന അറിയാത്തതുകൊണ്ട് നമുക്കത് പലപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. അത് മാത്രമല്ല, ക്യാഷ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ആയാലും ശരി, ഇൻവെൻട്രി ആയാലും ശരി, അതിന് നാളെ ഒരു ഡാമേജ് ഉണ്ടായിട്ട് പോവുക, അല്ലെങ്കിൽ നാളെ വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയോ, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതും അതിനെ മോണിറ്റൈസ് ചെയ്യുക, കഴിയുന്നതും അതിനെ ക്യാഷാക്കി മാറ്റുക. അതായത് കഴിയുന്നതും ഒരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയാലും അത് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മളത് ക്യാഷാക്കി മാറ്റുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മുടെ ഇൻവെൻട്രി ആയാലും ശരി, ഏത് പ്രോസസ്സിൽ കിടക്കുന്ന ഒരു സംഗതി ആയാലും ശരി, നമ്മൾ ഉടനെ അത് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കണം. പിന്നെ നമ്മുടെ ട്രേഡ് അസോസിയേഷൻ GM പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ബാക്കിയുള്ള ട്രേഡ് അസോസിയേഷൻസിനോടൊപ്പം വളരെയധികം നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. ഇതേമാതിരി മാനേജ്മെൻറ്റ് അസോസിയേഷനോ ചേംബറോ ഇതേമാതിരി നിങ്ങളുടേതായുള്ള അസോസിയേഷൻസോ ഒക്കെ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അവരിൽ നിന്ന് നമ്മളുള്ള പല അഡ്വൈസുകളും നമുക്ക് കിട്ടാറുണ്ട്. പലതും അവർക്ക് പലപ്പോഴും നമുക്ക് അവരിൽ നിന്നൊക്കെ പല സപ്പോർട്ടുകൾ കിട്ടും. പിന്നെ വേറൊരു കാര്യം വളരെ പറഞ്ഞത് നമ്മുടെ കോമ്പറ്റീറ്ററെ കുറിച്ചിട്ടാണ്. കോമ്പറ്റീറ്ററെ നമ്മൾ ഒരിക്കലും എനിമി ആയിട്ടല്ല കാണേണ്ടത്. അയാളിൽ നിന്ന് നമ്മൾ പലതും പാഠം പഠിക്കാണ്ട് അയാളും നിങ്ങൾക്കും കൂടി പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്ററായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങൾ ഡിസ്കഷൻസ് നടത്തണം. യു ഷുഡ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. പിന്നെ ലോണുകളുടെ കാര്യം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ലോണിനൊക്കെ ഇൻട്രസ്റ്റ് 24 മണിക്കൂറും അത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ യൂണിറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ ശരി, നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ശരി, ഇൻട്രസ്റ്റ് 24 മണിക്കൂർ വർക്ക് ചെയ്യും. അതിലൊരു മാജിക്കൽ ഇഫക്റ്റ് ഉണ്ടാകുന്ന കോമ്പൗണ്ടിങ് ഇഫക്റ്റിനെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അറിയാത്തൊരു വസ്തുവാണ് അത്. കോമ്പൗണ്ടിങ് ഇഫക്റ്റ് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മുടെ ലോണുകൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സംഗതികൾ മോണിറ്റൈസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു കാര്യം കൂടി പറയുകയും ചെയ്തു. പിന്നെ അങ്ങൊരു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട്, ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഇമ്പാക്റ്റ്, അതിന് 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന്, ഇതൊരു ഹ്രസ്വകാലമായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, നമ്മൾ ഇമ്മീഡിയറ്റ് അനുഭവിക്കുന്ന ഇമ്പാക്റ്റ്. പിന്നെ ലോങ് ടൈം ഇമ്പാക്റ്റ്. ലോങ് ടൈം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്, നമ്മുടെ സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, സപ്ലൈ ചെയിൻ മോഡൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ബിസിനസ് മോഡൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ബിസിനസ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെ വളരെ ലോങ് ടൈം ഇമ്പാക്റ്റിൽ വരാൻ സാധ്യതയുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ ആൻറ്റന് അത് മുഴുവൻ അബ്സോർവ് ചെയ്യണം. ആ ലോങ് ടൈം ഇമ്പാക്റ്റ് എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം വാല്യൂ പ്രൊപ്പോസിഷനെ കുറിച്ചായിട്ടാണ്. ചില ബിസിനസ്സുകളുടെ സ്കോപ്പ് വിൽ കം ഡൗൺ, ഡെഫിനറ്റ്ലി ഇറ്റ് കം ഡൗൺ. ചില ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടുകയും ചെയ്യും. ആ ഒരു വാല്യൂ പ്രൊപ്പോസിഷനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. പിന്നെ
ആദ്യം പറഞ്ഞത് വളരെയധികം നമ്മൾ കാണുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, എവിടെയെങ്കിലും നമുക്ക് മൂവ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാനോ നമുക്ക് പിവോട്ട് ചെയ്യാനോ പറ്റുന്ന വല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് പോയിന്റ്സ് അന്നത്തെ അങ്ങനെ ചർച്ചയിൽ പറയുകയും ചെയ്തു. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇന്ന് ആ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ വളരെയധികം ആഗ്രഹിച്ചത് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ യൂണിറ്റിനും ഓരോ വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ഓവറോൾ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഓരോരുത്തർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അതിന് ബാലഗോപാൽ സാർ പറഞ്ഞു, ഹൂ ഹാസ് എൻ എക്സ്പീരിയൻസ് ആസ് എൻ ഓണ്ടർപ്രണർ, ഹു ഹാസ് സ്ട്രഗിൾഡ് ആൻഡ് ബിൽഡ് അപ്പ് എൻ ഓർഗനൈസേഷൻ, ഹു ഈസ് റെഗുലർലി ഇൻട്രാക്ടിങ് വിത്ത് ഓണ്ടർപ്രണേഴ്സ്. അങ്ങോട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഹി ഹാസ് സ്റ്റഡീഡ് ഓൾസോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പലരും ചോദിക്കാൻ മടിക്കുന്നവരുണ്ടാവും, നമ്മളത് ചോദിക്കുകയാണെങ്കിൽ ഇത് കേട്ടിരിക്കുന്ന ബാക്കി പലർക്കും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷനും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷനുമായി മാറട്ടെ നമ്മുടെ ഇന്നത്തെ വെബിനാർ ആയിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസും, ഈ വെബിനാറിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസും അതാണ്. അത് ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കണം. വളരെയധികം ബാലഗോപാൽ സാർ ഇക്കാര്യത്തിനെ കുറിച്ച് വളരെയധികം മോട്ടിവേറ്റഡ് ആണ്, ഈ പ്രത്യേകിച്ച് മലബാർ ഓണ്ടർപ്രണേഴ്സിനോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ thank you all for joining in good numbers. Matramalla, all the organizations who associated with this, and let us make this annual day MSME a great event. We will continue more sessions. Thank you everyone. Now over to Balagopal sir for your interaction with the entrepreneurs. Now the field is for Balagopal sir and the entrepreneurs. Thank you very much. Thank you Ajan. Thank you Mr. Najib and KSSIA. ആദ്യമായിട്ട് രണ്ട് പ്രസ്ഥാനങ്ങളെ എനിക്ക് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് KSSIA ഇത്രയും സജീവമായിട്ട്, അതും KSSIA കോഴിക്കോട് ബ്രാഞ്ച് ഇത്രയും സജീവമായിട്ട് അംഗങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പഠിക്കാനും അതിന് എന്തെങ്കിലും സഹായഹസ്തം കൊടുക്കാനും ശ്രമിക്കുന്ന ഒരു സംഘടനയെ കാണുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഇത്രയും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനറൽ മാനേജർ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ, അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും. പലരും ബാക്കിയുള്ള പല മേഖലകളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ട് അവരുടെ ഓഫീസുകളിലും കസേരകളിലും ഇരുന്ന് ആവശ്യക്കാർ അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം പ്രശ്നമുള്ളവരുടെ അങ്ങോട്ട് രംഗത്തേക്ക് ഇറങ്ങിച്ചെന്ന്, മൈതാനത്ത് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നമുള്ളവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇതുപോലെ കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാനും ആഗ്രഹിക്കുന്നു. അത് വളരെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും. ഈ മീറ്റിങ്ങിന് വരുന്ന മുമ്പ് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം അജയൻ സമറൈസ് ചെയ്തു കഴിഞ്ഞ തവണ. അപ്പൊ ഇതില് ഒന്നോ രണ്ടോ കാര്യങ്ങൾ എനിക്ക് ഒന്ന് പറയാനുള്ളത്, നേരത്തെ പറയാത്ത കാര്യങ്ങൾ. ഞാൻ ഈ മീറ്റിങ്ങിന് വരുന്ന മുമ്പ് നിങ്ങളുടെ KSSIA പൂർവ്വ ഭാരവാഹിയും വളരെ ആദരിക്കപ്പെടുന്ന ഒരു അംഗമായ ദാമോദർ അവനൂർ, ദാമോദർ എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. അപ്പൊ ഞാൻ ദാമോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കോഴിക്കോട് SSIA വളരെ ഇൻട്രസ്റ്റ് എടുക്കുന്നു ഇക്കാര്യത്തിൽ. അപ്പൊ രണ്ടാമത്തെ സെഷൻ അദ്ദേഹത്തിന് അത് കേട്ടിട്ട് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞ ആ മലബാറിലെ ആ ഭാഗത്തൊക്കെ ഉള്ള വ്യവസായികളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അവർക്ക് വെറുതെ ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല, പ്രശ്നങ്ങൾ ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ പുള്ളിക്കാരൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഒന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടുന്നു. അത് MSMEs എല്ലാം അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നിങ്ങൾ പലരും അനുഭവിച്ച് കാണും. അതൊരു ആക്ച്വലി ഒരു വിധത്തിൽ നോക്കിയാൽ ഒരു വിരോധാഭാസം തന്നെയാണ്. അതായത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ഡള്ളായി ഇരിക്കുന്ന സമയത്ത് സാധാരണ ഇക്കണോമിക് ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ പ്രകാരം
സപ്ലൈ ഇങ്ങനെ കൂടി നിൽക്കുന്നു, ഡിമാൻഡ് കുറയുന്നു എന്നോ അല്ലെങ്കിൽ ഡിമാൻഡ് ഇങ്ങനെ മുട്ടി നിൽക്കുന്നു എന്ന് വരുമ്പം വില സ്വാഭാവികമായിട്ട് കുറയേണ്ട ആ ഒരു കാലഘട്ടത്തിൽ വില കൂടുന്ന പ്രതിഭാസം, റോ മെറ്റീരിയൽസിന്റെ വില കൂടുന്നത് അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ് എക്സ്പോർട്ടേഴ്സിനെ അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പല മേഖലകളിലും ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ചൈനീസ് എക്സ്പോർട്ടേഴ്സുമായിട്ട് മത്സരിക്കുന്ന ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വളരെ സീരിയസ് ആയിട്ട് ചില പ്രശ്നങ്ങൾ ഈ എന്താ റോ മെറ്റീരിയൽസിന്റെ വില കൂടുന്നത് കാരണം അവർ നേരിടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ്. അപ്പൊ അവിടെയും ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ചിലപ്പം ചരക്ക് കയറ്റി അയക്കാനായിട്ട് വാഹനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രതിഭാസമുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതും KSSIയെയും ഒക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അതെങ്ങനെയാണ് ഹൗ ടു. അപ്പം ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത് യൂറോപ്പിലേക്ക് അയക്കുന്നതിനുള്ള ഈ ട്രാൻസ്പോർട്ട് ചാർജ് ചൈനയിലാണെങ്കിൽ ഇരട്ടി ദൂരമാണ് ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ളത്. പക്ഷെ ചൈനയിൽ നിന്നുള്ളത് ചെലവ് കുറവാണ് ട്രാൻസ്പോർട്ട് ചാർജ്, ഇന്ത്യയിൽ നിന്നുള്ള ട്രാൻസ്പോർട്ട് ചാർജാണ് കൂടുതൽ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ പലതും, പിന്നെ കണ്ടെയ്നേഴ്സ് കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് എക്സ്പോർട്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ. പിന്നെ വേറെ പറഞ്ഞത് ചില ഇതില് ഈ MSMEs വേറെ MSMEസിൽ നിന്ന് ആണല്ലോ പലർക്കും ഓർഡേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഈ ഓർഡേഴ്സ് കിട്ടുന്നില്ല, ഓർഡേഴ്സ് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് ഓർഡേഴ്സ് കുറഞ്ഞു വരികയാണ്. അപ്പം അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ വേറെ ഇപ്പം പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽസിന്റെ വില കൂടുന്നു. അതും ഈ വലിയ ജയന്റ് കമ്പനീസ് ലൈക്ക് റിലയൻസ് ഒക്കെ അവര് ശരിയായിട്ടും ഇപ്പം വൻ ലാഭം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവർ ഈ പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്നു, വേറെ പലയിടത്തു നിന്നും കിട്ടുന്നില്ല. മെയിൻ്റനൻസ് ലോകത്ത് ആഗോള കമ്പോളത്തിലാണെങ്കിൽ പല വലിയ മാനുഫാക്ചറേഴ്സ് എല്ലാം മെയിൻ്റനൻസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഷട്ട് ഡൗൺ ചെയ്തതുകൊണ്ട് മാർക്കറ്റിലൊരു സപ്ലൈ ഷോർട്ടേജ് വന്നിരിക്കുന്നു. അത് കൊയ്യാനായി അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാനായിട്ട് റിലയൻസിന്റെ കൂട്ടുള്ള മാനുഫാക്ചറേഴ്സ് അമിതമായിട്ടുള്ള വില ഇങ്ങനെ, അതുപോലെ മെറ്റൽ പ്രൈസസ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം ഇതുപോലെ പല മേഖല. അപ്പൊ അതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ കോഴിക്കോട്ട് ഭാഗത്തുള്ള ഫുട്വെയർ മാനുഫാക്ചറേഴ്സ് 1-2 വർഷം മുമ്പ് ഞാൻ പത്രത്തിലോ ഏതോ ഒരു മാഗസീനിൽ വായിച്ചു, ഈ ചെറുകിട ഫുട്വെയർ മാനുഫാക്ചറേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ജോയിന്റ് ആയിട്ട് അവരുടെ റോ മെറ്റീരിയൽസ് ജോയിന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനും ഈ അങ്ങനെ സ്കെയിൽ ഇക്കോണമീസ് പർച്ചേസിങ് പവർ കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം, അത് തന്നെ വളരെ എനിക്ക് തോന്നുന്നു വളരെ ഇത് അസാധാരണമായിട്ടുള്ള ഒരു സഹകരണ മനോഭാവമാണ് അത് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ നമ്മൾ ഇപ്പോഴത്തെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. അല്ലാതെ സർക്കാർ വന്ന് എന്തെങ്കിലും ചെയ്യും, സർക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഇളവുകൾ തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാത്തിരുന്നാൽ വളരെ നാള് കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പം ചിന്തിക്കേണ്ടത്. അപ്പം ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ ചില പോയിന്റ്സ് ഉണ്ട്, പക്ഷെ ഞാൻ ആദ്യം ഒന്ന് കേൾക്കട്ടെ. ഈ പോയിന്റ് ഒരു ചെറിയ തിരുത്തൽ മാത്രം. എനിക്ക് ഒരു അപേക്ഷ, ഈ വളരെ വ്യക്തിപരമായി വളരെ അവനവന്റെ കമ്പനിയെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലം പറഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ചിലപ്പോൾ ഉടനെ കണ്ടെത്താൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഉള്ള ഒരു വേദിയിൽ. അത് മാത്രമല്ല, അങ്ങനത്തെ ഉള്ള ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോബ്ലം അവതരിപ്പിച്ചാലുള്ള അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കബിലിറ്റിയെ പറ്റിയും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പൊതുവെ അനുഭവിക്കുന്ന ഫൈനാൻസിന്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്ന റോ മെറ്റീരിയൽസിന്റെ ലഭ്യത, പിന്നെ ട്രാൻസ്പോർട്ട് ഇല്ല, പിന്നെ അങ്ങനത്തെ ഈ ഓർഡേഴ്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇൻവെന്ററി ഉണ്ട് പക്ഷെ കാശില്ല, അങ്ങനത്തെ ഉള്ള പ്രോബ്ലംസിനെ പറ്റി ഒന്ന് നമ്മൾ ഷെയർ ചെയ്താൽ എനിക്കെല്ലാ ഉത്തരങ്ങൾ അറിയാവുന്നോ, ഞാനൊരു ഒരു വ്യവസായ മാന്ത്രികനോ വല്ല ആണെന്നും ഇപ്പം എൻ്റെ സുഹൃത്ത് അജയൻ നമ്മളെ പറ്റി നല്ലൊരു അഭിപ്രായം ഉള്ളത് കൊണ്ട് പലതും പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല അത്. പക്ഷെ ഈ പ്രശ്നങ്ങൾ, വ്യവസായ പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനേക്കാൾ നിങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളിനേക്കാൾ അതുപോലത്തെ വളരെ
സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളോട് നേരിടുന്ന കാലഘട്ടങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനെല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷെ അത് നമ്മളത് കണ്ടുപിടിക്കണം, നമ്മളത് അന്വേഷിക്കണം. നമ്മൾ എന്താ പറയണ്ടേ, നമ്മൾ എപ്പോഴും ഇങ്ങനെ നിർവീര്യം ആയി കൈ മലർത്തിക്കൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മളെ കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പം അജയന ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളൊന്ന് മാനേജ് ചെയ്താൽ നമുക്ക് അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. സർ, I have requested Anil Balan to coordinate on that. He will do that. Sir, glad 100 പേര് കൂടുതൽ ആയി കഴിഞ്ഞു ഈ മീറ്റിംഗിൽ നിന്ന്. ബാക്കി others are on Facebook. Good. Anil, you are there, Anil? Yeah, thank you very much. Yeah, nice please. to see you. Good evening, Balagopal sir. Good evening. Good evening. How are you? Yeah, nice to see you back. Thanks for coming back again. We have നമുക്ക് കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാര്. ഞാൻ ഫസ്റ്റ് മിസ്റ്റർ അബ്ദുൽ മജീദിനെ വിളിക്കുകയാണ്. ചോദ്യം ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. മിസ്റ്റർ മജീദ് കാം. ഹലോ. മിസ്റ്റർ മജീദ് ഇല്ല. വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനാണെങ്കിൽ പ്ലീസ്. VKC Razak, yeah, you can please. Yeah, please. Good evening, Balagopal sir. Good evening, Mr. Razak. How are you? Yeah, good. ഞാനൊരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുള്ളവരും കൂടെ ഒരു എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നമ്മളിപ്പം ഈ എക്കണോമി ആകെ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പൊതുവില് രണ്ട് അഭിപ്രായം വരുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മള് ഈ ജീവിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷെ സ്ഥാപനങ്ങളൊക്കെ മരിച്ചു പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവിൽ ഉയർത്തപ്പെടുന്നത്. അപ്പൊ അതില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്നുള്ളതിനെ കുറിച്ചിട്ട് സാറിന്റെ ഒരു ഒപ്പീനിയൻ, അത് ജനറൽ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ മിസ്റ്റർ റസാഖ്, ഇത് സർക്കാർ എന്ത് ചെയ്യണമെന്നോ നമ്മള് വ്യവസായികൾ എന്ത് ചെയ്യണോ? രണ്ടും അതായത് നമ്മളെ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്. അപ്പം ഇത് ആക്ച്വലി ഒരു വളരെ വിഷമം പിടിച്ച ഒരു ഘട്ടമാണ്. അത് ഒരു ഫോർമുല ലോകത്ത് ഒരിടത്തും ഏതെങ്കിലും ഒരു ഫോർമുല വർക്ക് ചെയ്യത്തില്ല. അതായത് ഒരിടത്തും ഇപ്പം എല്ലാം തുറന്നു വിട്ട് എന്തെങ്കിലും ചെറിയ നിയന്ത്രണങ്ങൾ മാത്രം, എന്തെങ്കിലും മാസ്ക് ഇടുക, കുറച്ച് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക, പക്ഷെ വേറെ ലോക്ക്ഡൗൺ ഇല്ല എന്നുള്ള ഒരു നയമായിട്ട് ഒരിടത്തും അങ്ങനെ നടത്തിയിട്ടില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോലും പല സ്റ്റേറ്റ്സില് പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ നിയന്ത്രണങ്ങളെല്ലാം നടപ്പാക്കുന്നത്. ഒരേ ഒരു നയമല്ല ആ രാജ്യത്ത് മുഴുവൻ. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഇന്നത്തെ പത്രത്തിൽ തന്നെ, ഇന്നലത്തെ ന്യൂസിലുമൊക്കെ UK-യില് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അവർക്കിപ്പം അവിടെ പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൗൺ ആണ്. അവിടെ യുകെയിൽ നിന്ന് കേരളത്തിൽ വന്നവർ പറയുകയാണ് ഇത് ലോക്ക്ഡൗൺ ഒന്നും അല്ല, ലോക്ക്ഡൗൺ കാണണമെങ്കിൽ UK പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ലോക്ക്ഡൗണും അത് നല്ലതാണോ, അത് നീട്ടണോ, അത് കുറയ്ക്കണോ, അത് മതിയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പരിധി വരെ ഇത് സർക്കാരുകൾക്ക് അവര് ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരാണ് ഈ സർക്കാർ നടത്തുന്നത്. കേരള സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും അവര് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അവരുടെ ജോലി നോക്കുന്നു. അല്ലാതെ അവരിപ്പം എല്ലാ വ്യവസായം നശിപ്പിക്കാനോ വിവരം ഇല്ലാത്തവരോ നമ്മൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഗവൺമെന്റിൽ ആലോചിക്കുന്നില്ല, വസ്തുതകൾ മാനിക്കുന്നില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ നോക്കണ്ട. അപ്പം അത്രയും പറഞ്ഞിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇപ്പം കേരളത്തിൽ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ലോക്ക്ഡൗൺ പടിപടിയായിട്ട് റിലാക്സ് ചെയ്യേണ്ട സ്റ്റേജ് ആണെന്നാണ് എൻ്റെ അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം അത് എൻ്റെ അഭിപ്രായം. അത് ചിലപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് മിനിസ്റ്ററും മുഖ്യമന്ത്രിക്കും ഒക്കെ എന്നെക്കാട്ടിലും നല്ല ഇൻഫർമേഷൻ അവരുടെ കൈവശം ഉള്ളതുകൊണ്ട്
അവര് പറയാം ആ ബാലഗോപാലിന് അങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ എത്ര സങ്കീർണമായിട്ട് എത്ര അല്ലാത്ത ഒരു അവസ്ഥയിലാണ് കേരളം. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയിൽ തന്നെ പല ഫാക്ടറികളും വർക്ക് ചെയ്യുന്നുണ്ട്, പല ഫാക്ടറികളും പെർമിഷൻ വാങ്ങിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നിൽ 50% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, മറ്റേ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഉള്ള ഈ മാനദണ്ഡങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറികളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം മെഡിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, അങ്ങനെ എക്സ്പോർട്ട് കമ്മോഡിറ്റീസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ ഈ അതിലെ പെർമിഷൻ അതിനു വേണ്ടി വാങ്ങാനും സർക്കാരുകൾ കൊടുക്കാനും തയ്യാറാണ്. ഇപ്പൊ തന്നെ അങ്ങനത്തെ ഉള്ള വ്യവസ്ഥകളുണ്ട്. അപ്പം മിസ്റ്റർ റസാഖിന്റെ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം ഇതാണ്, ദാറ്റ് ഇത് ഇപ്പം ഇനിയും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒരു ബ്ലാങ്കറ്റ് ലോക്ക്ഡൗൺ ആയിട്ട് നടപ്പാക്കുന്നതിന് പകരം ഈ ഹൈ ഇൻസിഡൻസ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിച്ച് അത് അന്വേഷിച്ച് ആ ഏരിയാസിൽ മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ വെച്ചിട്ട് പടിപടിയായിട്ട് ഇത് റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ഇക്കണോമിക് ആക്ടിവിറ്റി റിക്കവർ ചെയ്യാൻ നമ്മൾ അതിനുള്ള റിക്കവർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ആ മുറിവ് വളരെ സാരമായിട്ടുള്ള ഇപ്പൊ തന്നെ സാരമായിട്ടുള്ള ഡാമേജ് ആയി കഴിഞ്ഞു. പക്ഷെ അത് ചിലപ്പം ഇപ്പം മെഡിക്കൽ ടെർമിനോളജി എടുത്താൽ വെന്റിലേറ്റർ പോലും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നീങ്ങേണ്ടി വരും പല വ്യവസായങ്ങൾ. അപ്പം ആ ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുമ്പ് വ്യവസായങ്ങൾക്ക് വീണ്ടും പുനരാരംഭിക്കാനും റിക്കവർ ചെയ്യാനുമായിട്ടുള്ളൊരു അവസരം കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. താങ്ക് യു സർ. താങ്ക് യു. Thank you very much, sir. Thank you, Rasaka. Balagopal sir, one more other question. If you look at it from the first wave on lockdown, governments they were a little proactive, moratorium among the banks transactions. Second wave on government and services help for an entrepreneur or an MSME, right? So second wave has hit pretty badly. Lockdown extended impact was pretty severe. Now we're talking about a third wave, right? And we don't know how the third wave is going to be. Third wave we are trying to contain it. If at all, let's say the third wave is more critical than second wave, right? So how do we, the MSME in the small segment, guys, how do we sustain this? Now, what is your thought, or what is your, help for that? Thank you. അപ്പം ഈ ഫസ്റ്റ് വേവില് പറഞ്ഞതുപോലെ സർക്കാർ അനൗൺസ് ചെയ്തത് ബാങ്ക് ലോൺസ് തിരിച്ചടക്കലിൽ നിന്നുള്ള 90 ദിവസത്തെ 3 മാസത്തേക്കുള്ള ഒരു മൊറട്ടോറിയം ആദ്യം അവർ അനൗൺസ് ചെയ്തു. അത് വീണ്ടും 3 മാസം അവർ എക്സ്റ്റെൻഡ് ചെയ്തു. അതൊന്ന്. അപ്പം അത് പക്ഷേ അന്നും പലർക്കും ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഞാനിപ്പോ എൻ്റെ ഒരു ബിസിനസ് നടത്തിയ ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് വ്യവസായം നടത്തുന്നവരുടെ ഒരു വേദി ആയതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. ഇത് അപ്പൊ ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അത്രയും ഒരു ടിമിഡ് ആയിട്ടുള്ള നമ്മുടെ GDP-യുടെ 2% പോലും വരാത്ത വിധത്തിലുള്ള സപ്പോർട്ടായിരുന്നു. നമ്മുടെ സൗത്ത് ഏഷ്യയിൽ തന്നെ ബാംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്കയുമായിട്ട് അപേക്ഷിച്ച് നമ്മൾ നോക്കിയാൽ തന്നെ ഇതിനെക്കാട്ടിലും വളരെ കാര്യമായിട്ടുള്ള സഹായമാണ് ആ രാജ്യങ്ങൾ അവരവരുടെ വ്യവസായങ്ങൾക്ക് വേണ്ടി നൽകിയത്. അതുകൊണ്ട് പ്രത്യേകിച്ചും നോക്കിയാൽ ബാംഗ്ലാദേശിന്റെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യയെക്കാട്ടിലും ഇപ്പം ബെറ്റർ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള വേറെ ഒന്നുമില്ല. വേറെ നോക്കിയാല് അവർ ഈ മഹാമാരിയിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ബാംഗ്ലാദേശ് ഗവൺമെന്റ് അവരുടെ GDP-യുടെ ശരാശരി 10% സഹായം കൊടുത്തു ഇൻഡസ്ട്രിക്ക്. 10%. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു 1/50th പോലും GDP ഇല്ലാത്ത
ഒരു രാജ്യം അവരുടെ വ്യവസായങ്ങളെ സഹായിക്കാനായിട്ട് അത്രയും ചെയ്ത് നമുക്ക് കൂടുതൽ ചെയ്യാമായിരുന്നു. അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. പിന്നെ സെക്കൻഡ് വേവ് വന്നു. സെക്കൻഡ് വേവ് ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു തീവ്രതയായിരുന്നു. അതിന്റെ ഇഫക്റ്റ് ആരും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പലരും കുറച്ചൊന്ന് റിലാക്സ് ചെയ്തു പോയി. ഇത് പ്രത്യേകിച്ചും എലക്ഷൻസും ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രയോറിറ്റി എല്ലാം മാറി, എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോയി. അപ്പം എനിക്ക് തോന്നുന്നു വ്യവസായികൾ പോലും വിചാരിച്ച് കാണും ഇനിയും ബാക്കി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനിയും അടുത്ത സ്റ്റെപ്സിനെ പറ്റിയൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവരും അൺപ്രിപ്പയർഡ് ആയിരുന്നു. അപ്പൊ ഈ സെക്കൻഡ് വേവ് വന്നതുകൊണ്ട് ഞാൻ ഈ പുതിയ കേരളത്തിലുള്ള പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനാൻസ് മിനിസ്റ്റർ ഒരു 5-6 ഇക്കോണമിസ്റ്റും 1-2 വ്യവസായമായിട്ട് പരിചയമുള്ള എൻ്റെ കൂട്ട് 1-2 പേരെയും കൂടെ വിളിച്ച് ഒരു മലയാള മനോരമ ഒരു ചർച്ച ഒരുക്കി. അപ്പം ആ അവസരത്തിൽ പലരും പല നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നു. അപ്പൊ എൻ്റെ ടേൺ വന്നപ്പോ ഞാൻ പറഞ്ഞത് ഇതാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ ലോങ് ടേം പദ്ധതികളോ ലോങ് ടേം സ്ട്രാറ്റജിയോ ഒന്നും നമ്മൾ ആലോചിക്കണ്ട. എൻ്റെ അഭ്യർത്ഥന മന്ത്രിയോട് ഇപ്പൊ വ്യവസായങ്ങളെല്ലാം നേരിടുന്നത് ഒരു ലിക്വിഡിറ്റി പ്രോബ്ലമാണ്. അവർക്ക് അവരുടെ അടുത്ത മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല്, അടുത്ത മാസത്തെ പേറോള്, അടുത്ത ഇപ്പം മാസത്തെ റെന്റ്, ഇതൊക്കെ അടയ്ക്കാൻ തന്നെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന വ്യവസായങ്ങൾക്ക് ലിക്വിഡിറ്റിയാണ് പ്രശ്നം. അവരുടെ സോൾവൻസി പ്രശ്നമാണ്. അപ്പൊ ഈ സോൾവൻസി എന്ന് പറഞ്ഞാൽ പച്ച ഭാഷയെ പറഞ്ഞാൽ എന്താണ്? ബാങ്ക്രപ്റ്റ് ആവും. ആ ബിൽസ് അടച്ചില്ലെങ്കിൽ ഇതെല്ലാം ഷോ സ്റ്റോപ്പേഴ്സ് ആണല്ലോ അല്ലെ. അപ്പൊ തന്നെ വ്യവസായം നിൽക്കും, അവിടെ നിന്നു പോകും. അപ്പം വ്യവസായങ്ങൾക്കുള്ള പ്രോബ്ലം നമ്മുടെ ഹ്യൂമൻ ബോഡി പോലെയാ. നമ്മുടെ ബോഡിയിലുള്ള സർക്കുലേഷൻ സിസ്റ്റം എത്ര ദുർബലമായിട്ടാണെങ്കിലും ആ പമ്പും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ചലിച്ചുകൊണ്ടിരുന്നാൽ, ആ ചലനം അതിലുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം ജീവനുണ്ടെന്ന്. ആ സർക്കുലേഷൻ നിന്നുപോയാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പോക്ക് അല്ലെ, വേറെ ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് ഡീഫൈബ്രിലേറ്റർ വെച്ച് 1-2 തവണയായിട്ട് അടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി ബന്ധുക്കളുടെ അടുത്ത് കാര്യം സങ്കടം സാഡ് ന്യൂസ് പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയിൽ ഈ വ്യവസായങ്ങളെ, ഈ മരണവുമായിട്ട് റിയലി മല്ലടിക്കുന്ന വ്യവസായങ്ങളെ സഹായിക്കാൻ അവർക്ക് വേണ്ടത് ലിക്വിഡിറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ലിക്വിഡിറ്റി കൊടുക്കാനായിട്ട് ബാങ്കുകളും ഒക്കെ ഇപ്പൊ ഈ മൊറട്ടോറിയം, സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ മൊറട്ടോറിയം അനൗൺസ് ചെയ്യാനായിട്ടുള്ള പവർ. അത് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? അപ്പൊ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യം, ഞാൻ ഇത് പത്രത്തിലും തമിഴ്നാട് സർക്കാരും ഒക്കെ ഒന്ന് ആലോചിക്കുന്നു എന്ന് ഞാൻ കേട്ടെന്നേ ഉള്ളൂ. അവരൊരു സ്കീം ഞാൻ സജസ്റ്റ് ചെയ്തത് നമുക്കൊരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് സംസ്ഥാന സർക്കാർ ഈ ക്രെഡിറ്റ് ഇപ്പം ഒരു ചെറുകിട വ്യവസായത്തിനുള്ള അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള അതിനൊരു ഗ്യാരണ്ടി സ്കീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാങ്കുകൾ ലെൻഡ് ചെയ്യാൻ തയ്യാറാവും. ബിക്കോസ് ബാങ്കിനുള്ള പ്രോബ്ലം എന്താണ്? ബാങ്കിനിപ്പം ഈ ചെറുകിട വ്യവസായത്തോട് ശത്രുതയൊന്നുമില്ല. അവർ പറയുന്നത് അവർക്കും അൺഫോർച്ചുനേറ്റ്ലി ലെൻഡ് ചെയ്യുന്ന കാശ് തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അപ്പം പ്രത്യേകിച്ചും ഈ വിഷമം പിടിച്ച ഒരു കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ ലോണായിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ കൊളാട്രൽ ചോദിച്ചാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനം ഇല്ലല്ലോ. കൊളാട്രൽ ആർക്കും കൊടുക്കാൻ ഇപ്പൊ ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള സ്കീം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ലിക്വിഡിറ്റി ആണ് ഇപ്പം പ്രോബ്ലം, ലിക്വിഡിറ്റി. അപ്പം എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാന സർക്കാരും ചെയ്യാൻ പറ്റുന്നത് ഈ ലിക്വിഡിറ്റി, നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക് അവർക്ക് ഒരു ലിക്വിഡിറ്റി സഹായം, ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം വഴിയോ, അതായത് നോട്ട് ഓൺലി ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്സ്, നമ്മുടെ സഹകരണ മേഖല, സഹകരണ ബാങ്കുകളുണ്ടല്ലോ, ഈ സഹകരണ ബാങ്കുകളിൽ ഏകദേശം എനിക്ക് ആ കറക്റ്റ് ഫിഗേഴ്സ് അറിയില്ല, പക്ഷേ കേരള സംസ്ഥാനത്തിലുള്ള പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഏകദേശം 1 ലക്ഷം കോടിയോ എന്തോ ആണ് വരുന്നത്. അപ്പൊ ഇത്രയും ഡെപ്പോസിറ്റ്സ് ഉള്ള വലിയൊരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ആ ബാങ്ക് ഡെപ്പോസിറ്റ്സ് എല്ലാം അങ്ങനെ ഐഡിയലായിട്ട് കിടക്കുക. ഇപ്പം അവർ ലെൻഡ് ചെയ്യുന്നില്ല. അത് ലെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പൊ
എൻ്റെ കയ്യിൽ ഇപ്പം ഞാനൊരു ബാങ്ക് നടത്തുന്നു, എൻ്റെ കയ്യിൽ 50 കോടിയുടെ ഡെപ്പോസിറ്റ്, 50 കോടിയുടെ ഫണ്ട്സ് ഉണ്ട്, ഞാൻ ലെൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ലെൻഡ് ചെയ്യുന്നില്ല? അത് മടിച്ചു നിൽക്കുന്നതുകൊണ്ടല്ലേ. ബിക്കോസ് ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ആ റിസ്ക് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നാൽ ഞാൻ ചെറുകിട വ്യവസായങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ബിക്കോസ് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണല്ലോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ആവശ്യമുള്ളപ്പം, നമ്മളിപ്പോ ഓക്സിജൻ സിലിണ്ടർ ആവശ്യം ഇല്ലാത്ത ആള് മരിച്ചുപോയി, അത് കഴിഞ്ഞിട്ട് ഓക്സിജനായിട്ട് എത്തിക്കൊണ്ടെന്താ കാര്യം അല്ലെ? ആവശ്യം വരുമ്പോ ആ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തക്ക സമയത്തല്ലേ കൊടുക്കേണ്ട ഓക്സിജൻ. അപ്പൊ അതുപോലെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ലിക്വിഡിറ്റി സഹായം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ആവശ്യം ലോങ് ടേം സ്ട്രാറ്റജിയും അതൊന്നും ഒന്നുമല്ല, ലിക്വിഡിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഈ സോൾവൻസി ആണ് ഇവർക്കുള്ള പ്രശ്നം. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അതൊന്ന് നമ്മളൊന്ന് സഹായിച്ചു കൊടുത്താൽ അറ്റ്ലീസ്റ്റ് ദേ വിൽ സർവൈവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ തേർഡ് വേവ് എന്താണോ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, ഇപ്പൊ ഊഹിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ തന്നെ ഈ സെക്കൻഡ് വേവിന്റെ പ്രത്യാഘാതങ്ങൾ തന്നെ അതിജീവിക്കാൻ വലിയൊരു സ്ട്രഗിൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. എനിക്കൊരു ചെറിയൊരു അഭിപ്രായം പറയാണ്ട് ഇതിൽ. അഡീഷണൽ ലോൺസ് മീൻസ് അഡീഷണൽ പേയ്മെന്റ് റിക്വയർമെന്റ്, അഡീഷണൽ ക്യാഷ് ഫ്ലോസ് ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഡെഫിനറ്റ്ലി എക്സിസ്റ്റിംഗ് ലയബിലിറ്റിയുടെ ക്യാഷ് ഫ്ലോ അല്ലാണ്ട് വരാൻ പോകുന്ന ലോണിൻ്റെ ലയബിലിറ്റി. നമ്മുടെ സപ്ലൈയോടൊപ്പം തന്നെ ഡിമാൻഡ് ജനറേഷൻ നടക്കുന്നു നമുക്കൊരു ഉറപ്പുമില്ല. ഈ സമയത്ത് എന്നെ അട്രാക്ട് ചെയ്തൊരു സ്കീമുണ്ട്, പ്രത്യേകിച്ച് US അവർ ഒരു എക്കണോമിക് ഡിസാസ്റ്റർ ലോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാലഘട്ടത്തിൽ നടത്തുന്ന ലോണുകൾക്ക് അതിനെ ഒരു ലോങ് ടൈം, നമ്മളിപ്പോൾ ഈ ഷോർട്ട് ടൈം ഒരു കൊല്ലത്തെ റീസ്ട്രക്ചറിങ്, ഒരു കൊല്ലത്തെ മൊറട്ടോറിയം കൊടുത്തു കഴിഞ്ഞാൽ വരാവുന്ന റീപേയ്മെന്റിന് പകരം ഇതിനെ മൊത്തത്തിൽ ഒരു ലോസിനെ റിംഗ് ഫെൻസ് ചെയ്തിട്ട് ഒരു ലോങ് ടൈം, ഒരു 30 കൊല്ലത്തെ ലോണുകളൊക്കെ മാറ്റി കൊടുത്തു എന്നാണ് പറയുന്നത്. അതേമാതിരി പേ ചെക്ക് പ്രൊട്ടക്ഷൻ സ്കീമും അവർ കൊണ്ടുവന്നിരിക്കുന്നു. അതേമാതിരി ഇങ്ങനത്തെ ഈ ഒരു സെക്ടർ നാളെ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു പ്രധാനപ്പെട്ട സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സെക്ടർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എക്കണോമിക് ഡിസാസ്റ്റർ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സും കൂടി, ബിക്കോസ് ഈ ലോസുകൾ മുഴുവൻ യു ലെറ്റ് ദം കാർവ് ഇറ്റ് ഔട്ട് ആൻഡ് പുട്ട് ഇറ്റ് ആസ് എ ലോങ് ടൈം ലയബിലിറ്റി, ഒരു 15 കൊല്ലം കൊണ്ട് അടയ്ക്കാവുന്ന ലോൺ ആക്കിയിട്ട് ലെറ്റ് ദം ഡു ബിസിനസ് വിത്ത് ദ നെക്സ്റ്റ് കേപ്പബിലിറ്റി. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ഇഫ് യു ക്യാൻ ഓൾസോ പുട്ട് ത്രൂ, ബിക്കോസ് യു ആർ ഓൾസോ ഡയറക്ടർ ഓഫ് ബാങ്ക്, പുട്ട് ത്രൂ ടു RBI, I think it will be very appropriate. Only that can help the bank. Okay, correct. That's also a good suggestion. Yes. Thank you very much, Arjun sir. Thank Good you evening, very much, sir. Balgopal sir. Good evening, sir. Yeah. PMA Ghaffur Khan, please go ahead. Past president of KFCA. ഇപ്പൊ പറഞ്ഞത് പിന്നെ യൂണിറ്റുകൾക്ക്, അതായത് MSMEസിന് ഫണ്ട് അവൈലബിൾ ആക്കുന്ന ഒരു വിഷയമാണ്. ഇത് ബേസിക്കലി മാർക്കറ്റ് സജീവമാകാതിരുന്നാൽ എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോ എത്ര ഫണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡിമാൻഡ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ സംതിങ് ലൈക്ക് എ ഹെലികോപ്റ്റർ മണി, ആ ഹെലികോപ്റ്റർ മണി ഡിസ്ട്രിബ്യൂഷൻ അത് എത്ര എഫക്റ്റീവായിട്ട് ആളുകളുടെ കയ്യിൽ ക്രയശേഷി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് വരണം. ആ ഫണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പം പലതരത്തിലുള്ള അസിസ്റ്റൻസ് ഇപ്പോൾ വെറുതെ അങ്ങോട്ട് വാരി വലിച്ചു കൊടുക്കുന്നതിന് പകരം എഫക്റ്റീവ്ലി ഗവൺമെന്റിന് ഏതൊക്കെ രീതിയിൽ ആ ഹെലികോപ്റ്റർ മണി അറേഞ്ച് ചെയ്ത് ഇതുപോലെ MSMEകളെയും ബാക്കി അതുപോലെ തന്നെ MSME എന്നുള്ള മാത്രമല്ല ഷോപ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ്സ് എല്ലാവരെയും കൂടി ഇത് ചെയ്ത് എടുക്കാൻ, അതിന് സാറിന്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് സ്ട്രാറ്റജി എന്തായിരിക്കും? അല്ല, ഇതില് ഈ ഡിമാൻഡ് വീക്ക് ആവുന്നത് ഇങ്ങനത്തെ ഉള്ള ഈ ഇക്കോണമി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വൺ ഓഫ് ദി ഇമ്മീഡിയറ്റ് ഇഫക്റ്റും പിന്നെ അതിന്റെ ഒരു കോൺസിക്വൻസും ആയിട്ട് മാറുന്നത് ഈ ഡിമാൻഡ് കുറയുന്നതാണ്. അപ്പൊ ഡിമാൻഡ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഡിമാൻഡ്. ഒന്ന് നമ്മുടെ ഈ ഡിറൈവ്ഡ് ഡിമാൻഡ്, അതായത് ബിസിനസ്സുകളുടെ ഡിമാൻഡ്. ബിസിനസ്സുകൾക്ക് ആവശ്യമുള്ള ഇൻപുട്സും അതിൻ്റെ ഉള്ള ഡിമാൻഡ് വേറെ ബിസിനസ്സുകളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ബേസിക്കലി നമുക്ക് വേണ്ടത് ഇപ്പൊ ഇന്ത്യയുടെ കൂട്ടുള്ള ഒരു രാജ്യം, ഒരു കേരളത്തിന്റെ കൂട്ടുള്ള ഒരു സംസ്ഥാനം, സാധാരണ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥ നോക്കിയാല് അവിടെ ഇക്കോണമിസ്റ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേജ് ഗുഡ്സ് എന്ന് പറയും. വേജ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ വാങ്ങുന്ന ഒരു വീട്ടാവശ്യങ്ങൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വാങ്ങേണ്ട ആ ഐറ്റംസ് വാങ്ങാനായിട്ടുള്ള ശേഷി. അപ്പം
ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സേവിങ്സിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ചെലവാക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു 50% നമ്മുടെ ജനസംഖ്യ ഒരു 50% എങ്കിലും ക്യാഷ് ഫ്ലോ ബേസ്ഡ് ലൈഫാണ് അവരുടെ, അല്ലെ? പേ ചെക്ക് ടു പേ ചെക്ക് ആണ്. അടുത്ത ദിവസം കൂലി കിട്ടിയില്ലെങ്കിൽ ആ ദിവസത്തെ ചെലവിന് വേണ്ടിയുള്ള പൈസ ഇല്ല. അവർക്ക് ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല, അവർക്ക് ഡെയിലി ക്യാഷ് ഫ്ലോ ആണ്. അതുപോലെയാണ് വളരെ ചെറുകിട വ്യവസായങ്ങളാണെങ്കിൽ അവർ പ്യോർലി ക്യാഷ് ഫ്ലോ ബേസ്ഡ് വ്യവസായങ്ങളാണ്. അവർക്ക് ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല, ആസറ്റും ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഇങ്ങനത്തെ ഉള്ള ഒരു വിഭാഗത്തിനെ സഹായിക്കാനായിട്ട് ചെയ്യേണ്ടത് ക്യാഷ്, അതായത് പർച്ചേസിങ് പവറുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കണം. അപ്പം US-ഉം യൂറോപ്പിലും ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം ചെയ്ത് എന്താണ്, ഇപ്പം നമ്മുടെ ജൻധൻ അക്കൗണ്ട് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇലക്ട്രോണിക്കലി സർക്കാർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ $1000 എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം $1000 അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ, ഒരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല. അപ്പം ആ $1000 പിന്നെ അത് ലോൺ ആണോ ഗിഫ്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്നും പറയുന്നില്ല. അത് $1000 അങ്ങോട്ട് ചെന്നു സ്ട്രേറ്റ്. അപ്പൊ അത് ഓരോരുത്തർക്കും അങ്ങനെ ചെല്ലും. പിന്നെ ഈ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് ഇത് പേറോൾ ബേസ്ഡ് ആയിരുന്നു. അതായത് ശരാശരി ഓരോ വർക്കറിന് വേണ്ടി ഇത്രയും അവരുടെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേറോളില് അക്കൗണ്ടിലേക്കും ചെല്ലുന്നു. അപ്പൊ ഇത്രയും പൈസ അങ്ങോട്ട് ചെല്ലുമ്പോൾ പർച്ചേസിങ് പവർ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിന് ഇത് ചെയ്യാനായിട്ടുള്ള ശേഷി വളരെ കുറവാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിൽ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനം എടുത്താൽ ആ സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് ഫിനാൻസസിന്റെ പരിമിതികൾ കൊണ്ട് അവർക്ക് ഇതുപോലത്തെ ഒരു സ്കീം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതായത് രാജ്യ സർക്കാരിന് അത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഈ കറൻസി ഇഷ്യൂ ചെയ്യുന്ന സ്വാതന്ത്ര്യമുള്ള നാഷണൽ സോവറൻ കറൻസി ഇഷ്യൂയിങ് ഗവൺമെന്റ് ആവുമ്പോൾ വാട്ട് ദേ കൻ ഡു ഇസ് ദേ കൻ ക്രിയേറ്റ് പബ്ലിക് ഡെറ്റ്. അപ്പൊ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പബ്ലിക് ഡെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് പേടിച്ചോണ്ട് ഇങ്ങനെ മടിച്ചോണ്ട് നിൽക്കുന്നതിന് പകരം സർക്കാരിന്റെ ഇനിഷ്യേറ്റീവായിട്ട് എടുത്തിട്ട് അത്രയും പൈസ കൈമാറുകയാണ് ചെയ്യുന്നത്. അവർ സർക്കാരിൽ നിന്ന് ഗവൺമെന്റ് ഹൗസ് ഹോൾഡ്സിന്റെ കയ്യിലോട്ട്, ഹൗസ് ഹോൾഡ്സിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അതും ചെയ്യണം. അപ്പം ഈ പ്രൊഡക്ഷൻ സൈഡില് ഈ സ്തംഭനം കാരണം ഉണ്ടാവുന്ന ആഴത്തിലുള്ള ഈ മുറിവുകൾ ഒരു പരിധി വരെ സോൾവ് ചെയ്യാനായിട്ട് ലിക്വിഡിറ്റി ഇങ്ങനത്തെ MSMEസിന് കൊടുക്കുന്നതിനോടൊപ്പം ചെയ്യേണ്ടിയിരുന്നത് ഹൗസ് ഹോൾഡ്സിന് ഇങ്ങനത്തെ ഫണ്ട്സ് പമ്പിങ് ചെയ്യണം. ഒരു സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സംസ്ഥാന സർക്കാരിന്റെ ഫൈനാൻഷ്യൽ പരിമിതി, പബ്ലിക് ഫിനാൻസിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ നല്ലൊരു സജഷനാണ്, ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. Thank you, sir. Thank you very much, sir. I would request Mr. Alok Sabu, please go ahead with your question, sir. Good evening, sir. Good evening. My specific question is that MSMEs have 1:3 DR. So our equity base is normally very low. Now this 20% loan which the government has given, and subsequently now the enhancement, we have to repay this money in 2 years' time after the moratorium. Will it not lead to a debt trap that one day we have to return this money? The period of repayment is very small. Second, sir, one question I've been hearing you, my one doubt is the demand is less because there is no opportunity to spend the money right now. Putting the money in the hand might lead to inflation to a higher level. Actually, right now there is a pent-up demand, but the opportunity to go and spend is not available. So when they open up the economy, the GDP, the collection on GST was very high, which you have noticed in April and May. Yeah. So the problem here is not that there is a recession or a demand drop. There is no opportunity to spend the money. Mr. Sabu, so So the first question is the debt trap. The second is the I understand. So just to take your second question first, what your preceding gentleman asked and what you're saying are contradictory. Both Yes, of you are right. Both of you are right. I'll tell you why both of you are right. For the
middle income and upper income classes which have a balance sheet, there is no reduction in demand because they have the power to pay. They're taking from their savings. They have the power to pay. They have the power to buy. And they are not going to really feel the pinch or anything. That is only one section of the 10 to 15% of the population. But when you look at the really massive demand shrinkage which is happening is the fact that, by various figures, the total workforce of India is estimated at around 500 million. In that 500 million, more than 100 million, various estimates are there. More than 100 million have lost their regular jobs. Now, this is not reflected in the official figures. And a good part of them are migrant workers who have gone back to their states. Now, when they go back to their states, there is no work for them in their own states. For that migrant worker, there is work in Bangalore, there is work in Ahmedabad, there is work in Pune. There is no work for them in Bihar. So when they have gone back there, there is a double whammy. They are going back to a rural household where there is no additional income, there is no additional means of support, and there is no work for them. So I think what is happening in the section which I am talking about, the 80 to 85%, which are, you can call the working. Sorry. Apam ee advanikkunna adayathu idan choicha chodyatinte ഡിമാൻഡിൽ വലിയ കുറവ് കാണുന്നില്ലല്ലോ. ഡിമാൻഡ് ഉണ്ട്, പക്ഷേ സപ്ലൈ ഇല്ല. അതുകൊണ്ട് ഇൻഫ്ലേഷനിലേക്ക് ഇത് കലാശിക്കുമല്ലോ എന്നുള്ളൊരു ആശങ്കയാണ് മിസ്റ്റർ സാബു പറഞ്ഞത്. അതും ശരി. അപ്പൊ ഞാൻ പറഞ്ഞ് അത് തെറ്റല്ല. നേരത്തെ ചോദ്യത്തിനും ഡിമാൻഡ് ഇങ്ങനെ ചുരുങ്ങുന്നു എന്ന് പറയുന്നത് അതും ശരിയാണ്. അത് എന്തുകൊണ്ടാണ് രണ്ടും ശരിയെന്ന് പറഞ്ഞാൽ, രണ്ടും രണ്ട് വിഭാഗത്തിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. മിഡിൽ ക്ലാസ് സെക്ടറിനാണെങ്കിൽ മിഡിൽ ക്ലാസ്സിന് ബാലൻസ് ഷീറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സേവിങ്സ് ഉണ്ട്, ആസറ്റ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒട്ടും ഇതുവരെ ഈ മഹാമാരിയുടെ രണ്ടാം വേവ് വന്നിട്ട് പോലും ഇറ്റ് ഹാസ് നോട്ട് ബീൻ അഡ്വേഴ്സ്ലി എഫക്റ്റഡ്. പക്ഷേ ഇന്ത്യയുടെ ഒരു സിംഹഭാഗം ജനസംഖ്യ ഭൂരിഭാഗം ആൾക്കാരും ആർ നോട്ട് ഇൻ ദിസ് മിഡിൽ ക്ലാസ്സിലല്ലല്ലോ. എല്ലാവരും ലോ ഇൻകം കാറ്റഗറീസിലാണല്ലോ. അവിടെ പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡ് ശരിയായിട്ടും ഷ്രിങ്ക് ചെയ്തിരിക്കുക. ബിക്കോസ് പർച്ചേസിങ് പവർ ഇല്ല, ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറഞ്ഞ വേതനത്തിന് വേണ്ടി അവർ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് എല്ലാവരും തിരിച്ച് അവരുടെ ബോംബെയിലും പൂനെയിലും ബാക്കിയുള്ളിടത്തൊക്കെ എത്തിയപ്പം അവർ ആദ്യം കണ്ടത് എന്താണ്? നേരത്തെ കൊടുത്തിരുന്ന ശമ്പളത്തിന്റെ നേരെ പകുതിയാണ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. അപ്പം അത്ര സാരമായിട്ട് അവരുടെ വരുമാനം തന്നെ കുറഞ്ഞിരിക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരുടെ ചെലവുകളൊന്നും കുറഞ്ഞിട്ടുമില്ല. ബാക്കിയുള്ള ചെലവുകൾ എല്ലാം ഉണ്ട്. ബോംബെയിൽ കൂട്ടുള്ള രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ, ബീഹാറിൽ നിന്ന് വന്നാൽ എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ ഒരു റൂമിൽ തന്നെ 20 പേരുണ്ടെങ്കിൽ ആ ഒരു റൂമിന്റെ വാടക തന്നെ ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല. ആ ഡിമാൻഡ് അവിടെ ഉള്ളത് കൊണ്ട് അതൊന്നും കുറഞ്ഞിട്ടില്ല. ചെലവ് കുറഞ്ഞിട്ടില്ല, വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡിമാൻഡ് വിൽ ഷ്രിങ്ക്. അപ്പം ഈ ഡിമാൻഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്, ഡിമാൻഡ് ഇങ്ങനെ ചുരുങ്ങി പോകുന്നത് ഈ നമ്മുടെ ജനസംഖ്യയുടെ ഒരു ഭൂരിപക്ഷം ഇന്ത്യക്കാരെയും ബാധിക്കുന്നതാണ് ഡിമാൻഡ് ചുരുങ്ങി. എന്തിനുള്ള ഡിമാൻഡാണ്? വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള നമ്മളെ ഡിസ്ക്രിഷണറി എക്സ്പെൻസസ് പോലത്തെ ഉള്ള കാര്യങ്ങളല്ല. എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, വീട്ടിന് ആവശ്യമുള്ള, നമ്മുടെ മേശപ്പുറത്ത് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വിളമ്പാനായിട്ടുള്ള അതിനാവശ്യമുള്ള ചെലവുകളൊക്കെ, കുക്കിംഗ് ഗ്യാസ് ആയാലും മണ്ണെണ്ണ ആയാലും വിറകായാലും വാട്ടെവർ ഇറ്റ് ഈസ്, ഇതിനൊക്കെ ഉള്ള ചെലവുകൾ ആണ് സാരമായിട്ട് ബാധിച്ചിരിക്കുന്നത്, വല്ലാതെ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഭാഗത്തിനെ സഹായിക്കാനായിട്ട് പൈസ പമ്പിൻ ചെയ്യണം. പർച്ചേസിങ് പവർ തൽക്കാലം നമ്മളെ ഈ വേറെ ചില രാജ്യങ്ങളിലൊക്കെ ചെയ്ത പോലെ അവരവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ 2000 രൂപ വാട്ടെവർ ഇസ് റിക്വയർഡ്, അതും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വെൽഫെയർ ഫണ്ട് സ്കീം പോലെ. ഇപ്പം ആജീവനാന്തം അത് കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു വല്ലാത്ത അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കൊക്കെ ഇപ്പം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് പ്രതിഭാസങ്ങളും സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗത്തിൽ അമിതമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്, ഒരു വിഭാഗത്തിലുള്ള ഇഫക്റ്റീവ് ഡിമാൻഡേ ഇല്ല, രണ്ടിന്. അപ്പൊ അത് നമ്മുടെ വ്യവസായം ഏത് മേഖലയിലാണ് ഫങ്ഷൻ ചെയ്യുന്നതനുസരിച്ചിരിക്കും.
നമ്മുടെ വ്യവസായം, നമ്മുടെ ചെറുകിട വ്യവസായം, എൻ്റെ ചെറുകിട വ്യവസായം ഇപ്പോൾ ഈ മിഡിൽ ക്ലാസ്സിന് ആവശ്യമുള്ള മിഡിൽ ക്ലാസ് വാങ്ങുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഡിമാൻഡ് അല്ല അപ്പൊ എൻ്റെ പ്രശ്നം ലിക്വിഡിറ്റി ആയിരിക്കും, എൻ്റെ പ്രശ്നം ഫൈനാൻസ് ആയിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. പക്ഷേ ഡിമാൻഡ് തന്നെ ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് സാധാരണക്കാരൻ വാങ്ങുന്ന ആ കൺസംഷൻ ബാസ്ക്കറ്റിൽ പെടുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ ആ പ്രോഡക്ട്സ് വാങ്ങാൻ തന്നെ അതിൻ്റെ ഡിമാൻഡ് തന്നെ കുറയുവാണെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പൊ അതിനുള്ള എന്താ പറയണ്ടേ പ്രതിവിധികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ വ്യവസായം ആ ഒരു വ്യവസായിയുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളായിരിക്കില്ല. ആ വ്യവസായം വിചാരിച്ചാലോ ചിലപ്പോൾ ബാങ്കർ വിചാരിച്ചാലോ മാത്രമല്ല, ആ ഡിമാൻഡ് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള സർക്കാരുകൾ, അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുക്കേണ്ട ചില നടപടികളാണ്. Thank you very much, sir. Next question, Abdul Majid ka. ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ മിസ്റ്റർ അബ്ദുൽ മജീദ്? Mr. Abdul Majid. Okay, Hamid Ali. Mr. Hamid Ali. KSI member Hamid Ali. കേൾക്കാമോ? Can you hear me, sir? Yeah, കേൾക്കാം. Mr. Binu. കേൾക്കാമോ? കേൾക്കാം. അരവൾ സാർ, സാറ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഹയർ പോസ്റ്റിൽ ഇരുന്ന ആളാണ്. പിന്നെ അതുപോലെ സ്വന്തം ബിസിനസ് തുടങ്ങി വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്ത ആളാണ്. അതിനുശേഷം ഇപ്പോൾ താങ്കളുടെ ഔദ്യോഗിക പദവിയിലുള്ള അനുഭവവും അതുപോലെ താങ്കളുടെ ബിസിനസ് അനുഭവവും ഒക്കെ വെച്ച് ഞങ്ങൾക്കുള്ള ആൾക്കാർക്ക് വളരെ മോട്ടിവേഷൻ ക്ലാസ് നൽകുന്നു. ഈ സമയത്ത് സാറിന് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത്തരം ഒരു അനുഭവം ഈ ബിസിനസ് ചെയ്യുന്ന കാലത്ത് കോവിഡ് അല്ലാത്ത വേറെ അല്ലെങ്കിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ്, അങ്ങനെ എന്തെങ്കിലും വർഷങ്ങൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെ റിക്കവർ ചെയ്തതിന്റെ റോൾ മോഡൽ സാറ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. താങ്ക് യു. ഇതാ ചോദിച്ചത് ബിനു പോൾ ആണോ? അല്ല, അഹമ്മദ് അലിയാണ് സർ. അഹമ്മദ് അലി. ഓക്കെ. അമീദ് അലി. അമീൻ അലി. ഓക്കെ, മിസ്റ്റർ അമീൻ അലി, എനിക്ക് ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള ഒരു ഈ മഹാമാരിയുടെ കൂട്ടുള്ള ജീവിതം, വ്യവസായം മാത്രമല്ല, വ്യവസായ ജീവിതം മാത്രമല്ല, വ്യവസായ മേഖല മാത്രമല്ല, ഈ പൊതുവെ രാജ്യം, ലോകം മുഴുവൻ ഇങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇത് നൂറ്റാണ്ടിൽ ഒരിക്കൽ വരുന്ന ഒരു പ്രതിഭാസം. ഞാൻ ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല. ഇതിന് അടുത്ത് പോലും വരുന്ന ഒരു പ്രതിസന്ധി ഒന്നും കണ്ടിട്ടില്ല ശരിയായിട്ട്. അപ്പം എൻ്റെ 30 വർഷത്തെ ഈ വ്യവസായ മേഖലയിലുള്ള പരിചയത്തിൽ നിന്ന് ഇതുപോലത്തെ ഉള്ള ഒരു വല്ലാത്ത ഒരു പ്രശ്നത്തിനെ നേരിടാനായിട്ടുള്ള പാഠങ്ങളൊന്നും എനിക്ക് ഉടനെ അങ്ങനെ എന്തെങ്കിലും ഞാൻ പണ്ട് ചെയ്ത ഒരു കാര്യം ഇപ്പൊ അനുകരിക്കാൻ നമുക്ക് പറ്റുമോ, അത് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അതുപോലൊന്നും ഇല്ല. ബിക്കോസ് ഒരു കംപ്ലീറ്റ് ഇക്കോണമി ഇങ്ങനെ സ്തംഭനത്തിലേക്ക് ഇങ്ങനെ എന്താ പറയണ്ട പോകുന്നു, ഒരു കംപ്ലീറ്റ് ഒരു ഇക്കോണമി നിശ്ചലമാകുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഈ സ്വപ്നങ്ങളിൽ പോലും നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം. അപ്പൊ ഇതൊരു വളരെ എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇപ്പം ശരി നമ്മള് ഇതുപോലത്തെ ഒരു കാര്യം അപ്പം ഇങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ ഒരു വ്യവസായം നടത്തിയ ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ചില ഉപദേശങ്ങൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യത്തെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ ജീവിച്ചിരിക്കണം, നമ്മുടെ വ്യവസായം ജീവിച്ചിരിക്കണം. അത് ആ സ്തംഭിച്ച്, അതായത് നിശ്ചലമായി പോയാൽ അതിൻ്റെ അർത്ഥം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നു പോകുന്നതിന് തുല്യമാണ്. ബ്ലഡ് സർക്കുലേഷനും ആ പൾസും എല്ലാം കൂടെ നിന്നു പോയാൽ അതിന്റെ അർത്ഥം എന്താണ്? ICUയിലുള്ള മോണിറ്ററിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് കാണുന്നത് അല്ലേ? അനക്കമില്ലല്ലോ അല്ലേ? എല്ലാം നിന്നു. അപ്പൊ വ്യവസായം ആ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. ബിക്കോസ് നമ്മളെ ആ ഫാക്ടറി എന്താ പറയണ്ടേ, ഫാക്ടറിക്ക് ഒരു പുനർജന്മം കിട്ടുന്നത് അല്ല പ്രശ്നം. ആഴ്ചകളോ മാസങ്ങളോ ആ ഫാക്ടറി അടച്ചു പൂട്ടിയാൽ അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങള് വേറെ സോഴ്സസ്, വേറെ ഫാക്ടറീസിൽ നിന്ന് അതിന്റെ സപ്ലൈ കിട്ടാനായിട്ട് ഇത് വാങ്ങിക്കൊണ്ടിരുന്നവര് അതിനുള്ള സംവിധാനം ചെയ്യും അല്ലേ? അവര് അതിനെല്ലാം ഏർപ്പാട് ചെയ്യും. അപ്പൊ അതിനർത്ഥം സപ്ലൈ ചെയിൻ മാറും. സപ്ലൈ ചെയിനിൽ നമുക്കുണ്ടായിരുന്ന ആ ചെറിയ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് പ്രോബ്ലം. നമ്മൾ ആ മേഖലയിൽ നിന്ന്, നമ്മൾ ആ മൈതാനത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി, നമ്മൾ അവിടെ ഇല്ല, നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് 4 പേർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ടറിൽ ആ ഇൻഫർമേഷൻ പകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മെമ്പേഴ്സിന് തന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ തിരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബയറിന്റെ അടുത്ത് പോയിട്ട് ഞാനിപ്പം തിരിച്ച് എൻ്റെ ഫാക്ടറി റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പം അപ്പോഴത്തേക്ക് അയാൾ പറയും ഞാനിപ്പം വേറൊരു സപ്ലയറുമായിട്ട് കരാറായി കഴിഞ്ഞു എന്നല്ലേ? പുള്ളിക്കാരനും അവരുടെ ബിസിനസ്സും നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ബിസിനസ്, ടു കീപ് ദ ബിസിനസ് ഗോയിങ്, എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നമ്മൾ ചെയ്യണം. ഒന്ന് ലിക്വിഡിറ്റി വേണം. രണ്ടാമത്തേത് നമ്മൾ ചെലവ് ചുരുക്കണം. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് കാണത്തില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ആയിരിക്കില്ല. നമുക്ക് ഒരിക്കലും നമുക്ക് ചെയ്യണമെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ മാൻ പവർ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമായിരിക്കും. അത് നമ്മൾ ചെയ്യണം. നമ്മൾ ആ വ്യവസായം എന്ന് പറയുന്നത്, ആ പ്രസ്ഥാനം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പല നമുക്ക് രുചിക്കാത്ത, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നാത്ത പല കടുങ്കൈ നമ്മൾ വല്ലാത്ത സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടി വരും. അതെടുത്തേ പറ്റൂ ഈ കാലഘട്ടത്തിൽ. പിന്നെ ഇതെല്ലാം ചെയ്താൽ നമ്മുടെ ക്യാഷ് ഔട്ട് ഫ്ലോ കുറയും. നമ്മളുള്ള ക്യാഷ് നമ്മൾ കൺസേർവ് ചെയ്യും. നമ്മുടെ ദാറ്റ് വിൽ ഗിവ് us കുറച്ച് നമുക്ക് സമയം, അങ്ങനെ നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പം നമ്മൾ സർവൈവ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അത്ര മാത്രമേ എനിക്ക് തോന്നുന്ന ആദ്യത്തെ നമ്മുടെ ഫോക്കസ് ഇങ്ങനത്തെ ഉള്ള ഇതിലേക്ക് ആയിരിക്കണം. Thank you very much, sir. Can I request Mr. Binu Paul, please unmute and speak. Ask your question, please. Sir, I am President of Kerala Printers Association, Ernakulam District Committee. Sir, എനിക്ക് ചോദിക്കാനുള്ള, സാർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ റോ മെറ്റീരിയൽസിന്റെ വിലവർധനമാണ് പറഞ്ഞു തുടങ്ങിയ ഒരു ഇഷ്യൂ. അത് നമ്മളെപ്പോഴും എല്ലാവരും MSMEകൾക്ക് ലിക്വിഡിറ്റി, ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്തണമെന്ന് പറയുമ്പോൾ തന്നെ ഈ റോ മെറ്റീരിയൽസിന്റെ വില ഇങ്ങനെ വർദ്ധിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്, വ്യവസായങ്ങൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസിന്റെ വില വർദ്ധിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകൾക്ക് ഇടപെട്ടുകൂടെ? അത് പ്രാക്ടിക്കൽ ആണോ? ഇല്ല, അത് ബിനു, ദ പ്രോബ്ലം ഇസ്, ഇപ്പം നമ്മുടെ എല്ലാ രാജ്യങ്ങളിലെ ഇക്കോണമീസും കൂടുതൽ ഉദാരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ കമ്പോളവൽക്കരണം, അതായത് ഈ മാർക്കറ്റാണ് കൂടുതൽ നിയന്ത്രിക്കുന്നത്. സർക്കാരുകൾ പല മേഖലകളിൽ നിന്ന് ഇങ്ങനെ പിന്മാറിക്കൊണ്ട് അത്യാവശ്യമായിട്ടുള്ള മേഖലകളിൽ മാത്രം അവരുടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒരു കാര്യമാണ്, അതായത് ഇപ്പൊ ഈ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ചില ഈ റോ മെറ്റീരിയൽസിന്റെ വില ഇങ്ങനെ എപ്പോഴും വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയില്ല. ഒന്നുമല്ലെങ്കിൽ അതൊരു മിനിമം 6 months അല്ലെങ്കിൽ ഇയർലി, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എത്രമാത്രം ശരിയാണെന്നറിയില്ല. നമ്മുടെ രാജ്യത്ത് ചിലപ്പോ പെട്ടെന്ന് നാളെ രാവിലെ ആയിരിക്കും നമ്മൾ അറിയുന്നത് ഭയങ്കരമായിട്ട് ഇത്ര % കയറി എന്നുള്ളത്. അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സ്ഥിതി അല്ല. അപ്പം നമുക്കിപ്പം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ നയം, അറ്റ്ലീസ്റ്റ് നമ്മൾ മീഡിയയിൽ നിന്നും അവരുടെ അനൗൺസ്മെന്റ്സിൽ നിന്നും അവരുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ ഓരോ വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഗവൺമെന്റ് ഇങ്ങനെ പല മേഖലകളിൽ നിന്നിങ്ങനെ
പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാരുകൾ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്ത് ഒരു ബഫർ സ്റ്റോക്കോ ഒരു ഇത് ചില എസെൻഷ്യൽ റോ മെറ്റീരിയൽ സംഭരിച്ച് കേന്ദ്ര ഒരു സ്റ്റോറേജോ ഒരു ബഫർ സ്റ്റോക്ക് പോലെ ഹോൾഡ് ചെയ്തിട്ട് ഈ പ്രൈസസിന്റെ ഈ വേരിയേഷൻ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാനായിട്ടുള്ള ഉദ്ദേശം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ബഫർ സ്റ്റോക്ക് സ്കീമിന്റെ സാധ്യതകൾ വളരെ കുറവാണ് ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, വൺ ഓഫ് ദി തിങ്സ് ഒരു നിങ്ങളുടെ അസോസിയേഷൻ, ഇപ്പം പ്രിന്റേഴ്സ് അസോസിയേഷനോ സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, ഏതെങ്കിലും ആ പർട്ടിക്കുലർ സെക്ടറൽ അസോസിയേഷൻകാർ ഒരുമിച്ച് ചേർന്ന് നിങ്ങളൊരു ഇതിന് ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരുമിച്ച് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അതുപോലത്തെ ഉള്ള പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ജോയിൻ ചെയ്ത് എന്തെങ്കിലും ഒരു അസോസിയേഷൻ തലത്തില് കുറെ സ്റ്റോക്ക് സംഭരിച്ച് സ്റ്റോർ ചെയ്ത് നല്ല വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ സർക്കാരുകളെ ആശ്രയിച്ചാൽ, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെ, ഏത് സംസ്ഥാന സർക്കാർ, കേരളം മാത്രമല്ല, ചോദിച്ചാൽ അവരെ കൊണ്ട് പറ്റത്തില്ല. അതിനുള്ള ഫൈനാൻഷ്യൽ എബിലിറ്റി ഇല്ല അവർക്ക്. Thank you, sir. The next question, I have Mr. Anandamani from Calicut Mental Association. He has one or two ചോദ്യങ്ങൾ chat box ൽ എഴുതിയിട്ടുണ്ട്. Mr. Anandamani, can you ask your question, please? Hello. Yeah, my question is, what should be the strategy MSME should opt for during this low demand period? Some of the advices what you can have with respect to the situation, what you have dealt with your business in those times. And the second question is, how is the markets going to behave in the near future? And where is the Kerala economy headed to in the post-COVID period? These are my two questions. Okay, the first question is that actually ഈ low demand periodല് പറയുന്നത്, low demand എന്ന് പറയുമ്പം നമ്മുടെ ബിസിനസ് തന്നെ, നമ്മുടെ നോർമൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷനിൽ ഓടിക്കൊണ്ടിരുന്ന ഫാക്ടറി ഇപ്പം 50% കപ്പാസിറ്റി യൂട്ടിലൈസേഷനോ 30% കപ്പാസിറ്റി യൂട്ടിലൈസേഷനിൽ ഓടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അതും 1-2 മാസങ്ങൾക്കല്ല, പക്ഷേ ഒരു വർഷം 2 വർഷത്തേക്ക് അങ്ങനെ ഓടിക്കേണ്ടി വന്നാൽ അപ്പം ദെൻ ചെലവുകളെല്ലാം നമ്മൾ പുനഃപരിശോധിക്കേണ്ടി വരും, പുനരവലോകനം ചെയ്യേണ്ടി വരും എല്ലാം നമ്മുടെ ചെലവുകൾ. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കേണ്ടത് ഇപ്പം അറിയാമല്ലോ, മിസ്റ്റർ മണിക്ക് അറിയാമല്ലോ, പിന്നെ നമ്മളെ ബാക്കിയുള്ള വ്യവസായ സുഹൃത്തുക്കൾക്കും, നമ്മൾ സാധാരണ ഒരു വ്യവസായം നടത്തുമ്പോൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ ഓവർ ഹെഡ്സ് അല്ലേ, നമുക്ക് വേരി ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ പവർ കൺസംഷൻ, ഫ്യൂവൽ കൺസംഷൻ, പിന്നെ ഈവൻ ലേബർ ചിലപ്പം ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്, പക്ഷെ അതൊരു വേരിയബിൾ കോസ്റ്റ് ആക്കും, കോൺട്രാക്ട് ലേബർ ഒക്കെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം എനർജി കോസ്റ്റ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഇങ്ങനത്തെ ഉള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഉള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോകുന്ന ഒരു വ്യവസായത്തിന് എൻ്റെ ഒരു വ്യവസായ കൺസൾട്ടന്റ് സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ ഒരു കമ്പനി എത്തിക്കഴിഞ്ഞാൽ എല്ലാ കോസ്റ്റ്സും വേരിയബിൾ കോസ്റ്റ് ആണെന്ന് കണക്കാക്കണം. ഒരു ഫിക്സ് കോസ്റ്റും ഇല്ല, എല്ലാം വേരിയബിൾ ആണ്. നമ്മളെ കൊണ്ട് കുറയ്ക്കാവുന്ന എല്ലാം നമ്മൾ കുറയ്ക്കണം. അപ്പൊ ഒരു കോസ്റ്റും നമ്മൾ ഫിക്സ് കോസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. അപ്പൊ സർവൈവൽ ആണ് അപ്പോഴത്തെ ഉള്ളത്. ബിക്കോസ് ഇപ്പൊ തന്നെ നോക്കണം, കഴിഞ്ഞ മാർച്ച് 2020 മാർച്ച് മാസത്തിൽ ഈ മഹാമാരിയുടെ തുടക്കം വന്നപ്പം അന്ന് എല്ലാവരും വിചാരിച്ചത് ഒരു മാസത്തെ ലോക്ക്ഡൗൺ, പിന്നെ ഒരു മാസം കൂടെ എല്ലാം കൂടെ പുറത്തൊന്ന് റിക്കവർ ചെയ്ത് പിന്നെ നമ്മൾ ബാക്കി ഇതിലേക്ക് തിരിച്ചു വരാം. ഇപ്പം 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തേർഡ് വേവിനെ പറ്റിയാണ് എന്താ പറയുക ഭയന്നിപ്പോ ഇരിക്കുന്നത്. അപ്പം ഇത് എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിനെ പറ്റി യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്തൊരു അവസ്ഥയാണല്ലേ. അപ്പം ഒരു ചെറുകിട വ്യവസായം നടത്തി
നടത്തിക്കൊണ്ട് പോകുന്ന ഒരാള് ഇപ്പൊ നമ്മള് നമ്മുടെ ഇടയിൽ ചില ഭാഗ്യവാന്മാർ കാണും, ചില മേഖലകൾ കാണും, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന ചില മേഖലകൾ കാണുമായിരിക്കും 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷനും പഴയതുപോലൊക്കെ തന്നെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. ബാക്കിയുള്ള ഇതിലെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള വിഭാഗത്തിനെ പറ്റി അപേക്ഷിച്ച് നോക്കിയാൽ നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ്സ് എല്ലാം കുറയ്ക്കണം. അപ്പം നമ്മളിപ്പം ഒരു നല്ലൊരു ഓഫീസിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഓഫീസിൽ നിന്ന് മാറി നമ്മുടെ വീട്ടിൽ ഒരു ഔട്ട് ഹൗസിലേക്ക് മാറ്റാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫാക്ടറിയിൽ നമുക്ക് ഇത്രയും ഒരു 5 ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻസ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇപ്പം 30% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാത്രമാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഈ നല്ല കണ്ടീഷനിലാണ് നമ്മുടെ മെഷീൻസ് എങ്കിൽ അതിനൊരു ബയറിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ മെഷീൻസ് തന്നെ ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വ്യവസായം തന്നെ ഏറ്റെടുക്കാൻ ചിലപ്പം നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് വേറെ നമ്മുടെ റിസർവ് ആയിട്ട് ഫൈനാൻഷ്യൽ റിസർവ്സ് എങ്ങും നമുക്ക് വേറെ ഡീപ്പ് പോക്കറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു വിഷമം പിടിച്ച കാലഘട്ടം 6 മാസം ഒരു 12 മാസം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ അവസരം നോക്കി നമ്മൾ ഈവൻ ടു ദി എക്സ്റ്റെൻഡ് ഓഫ് നമ്മുടെ വ്യവസായത്തിന് നല്ലൊരു ബയറെ കിട്ടുവാണെങ്കിൽ നമ്മൾ അതുവരെ ആലോചിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ കാത്തിരുന്നാലുള്ള പ്രോബ്ലം ആ അവസരവും പോവും, അല്ലെ? ആ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയും അടയും. അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ സംശയിച്ച് മടിച്ച് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ അവസരങ്ങൾ എന്ന് പറയുന്ന ഈ ജാലകങ്ങളെല്ലാം അടഞ്ഞുകൊണ്ട് പോകും. പിന്നെ അവസാനം വന്നിട്ട് നമ്മുടെ ഒരു വളരെ ദയനീയാവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. നമ്മളൊരു ചാരിറ്റി കേസായിട്ട് മാറേണ്ടി വരും. അപ്പൊ ആ അവസ്ഥയൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ. അതാണല്ലോ ഈ പ്രതിസന്ധി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മൾ ആരും മുന്നിൽ കാണാത്ത, നമ്മൾ ഒരു നൂറ്റാണ്ടിൽ ഒരിക്കലുള്ള പ്രതിഭാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരും വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും കണ്ടില്ല ഇങ്ങനത്തെ ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ച് ആദ്യത്തെ ഷോക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളിരുന്ന് ആലോചിക്കണം, നമ്മളെ കൊണ്ട് ഈ ബിസിനസ് നടത്താൻ പറ്റുമോ? നമുക്കിപ്പം ഒരു 12 മാസവും കൂടെ പിടിച്ചു നിൽക്കണമെന്ന് ആരെങ്കിലും പറയുകയാണ്, ആരോ പ്രവാചകൻ അല്ലെങ്കിൽ നമ്മൾ ജ്യോതിഷ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പറയുന്നത് നിങ്ങളുടെ ശുക്രദശ 12 മാസം കഴിഞ്ഞിട്ട് തുടങ്ങാം. 12 മാസം എങ്ങനെ പിടിച്ചു നിൽക്കും ഭഗവാനെ എന്നല്ലേ നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. 12 മാസം എങ്ങനെ പിടിച്ചു നിൽക്കും? ഈ ചെലവുകൾ, ഇപ്പോഴത്തെ ഉള്ള ചെലവുകൾ തന്നെ എല്ലാം നിലനിർത്തിക്കൊണ്ട് 12 മാസം എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പം ഒന്നിൽ ചെലവുകൾ ഗണ്യമായിട്ട് കുറയ്ക്കണം. വ്യവസായത്തിലെ വലിയ മുറിവ് ഏൽപ്പിക്കാത്ത വിധത്തിൽ നമ്മളെ എത്ര കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു വ്യവസായമാണ്, ചിലപ്പം നമ്മളെക്കാട്ടിലും ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള നമ്മുടെ നെയ്ബറോ നമ്മുടെ ഒരു കോമ്പറ്റീറ്ററോ തന്നെ ചിലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളല്ല. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിലൊക്കെ നമ്മൾ ചെയ്യണം. ഞാനത് ചെയ്തിട്ടുണ്ട്. അതും എൻ്റെ കോമ്പറ്റീറ്റർ ഹിന്ദുസ്ഥാൻ ലേറ്റക്സ് എന്ന് പറയുന്ന പബ്ലിക് സെക്ടർ കമ്പനിയായിരുന്നു. ഹിന്ദുസ്ഥാൻ ലേറ്റക്സ് അവർ ബ്ലഡ് ബാഗ് ഫാക്ടറി നിർമ്മിക്കുമ്പം, അപ്പം ഞാനായിരുന്നു അന്ന് ഇന്ത്യയിലെ ഓൺലി ബ്ലഡ് ബാഗ് മാനുഫാക്ചറർ. അപ്പൊ ഹിന്ദുസ്ഥാൻ ലേറ്റക്സ് അവരുടെ ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തോ വല്ലാത്തൊരു ഹെൽപ്പ് വേണ്ടി വന്നു. അതില്ലാതെ അവരുടെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ആയപ്പോൾ അവരുടെ ചെയർമാൻ എന്നെ ചോദിച്ചു മിസ്റ്റർ ബാലു സഹായിക്കണം. ഞാൻ പറയാ നിങ്ങൾക്ക് എന്താ വേണം? അപ്പൊ അവർക്ക് കുറച്ച് സാമ്പിൾ ഷീറ്റ്സും മോൾഡഡ് കോമ്പണൻസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ബിക്കോസ് അവർക്ക് ജർമ്മനിയിൽ നിന്ന് വാങ്ങിക്കുന്ന മെഷീൻ എന്തോ ടെസ്റ്റ് ചെയ്യണം. ഞാനെല്ലാം ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. എന്താന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അപ്പൊ നാളെ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വരുമ്പോൾ ആവശ്യം വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാം. തരുമോ ഇല്ലോന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഉള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ നല്ല ബന്ധങ്ങളാണ് പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ തന്നെ ചിലപ്പം വന്നിട്ട് ആ കോമ്പറ്റീറ്ററിന് അറിയായിരിക്കും, ഓ മിസ്റ്റർ ബാലഗോപാലിന്റെ ഫാക്ടറി നല്ല ഫാക്ടറിയാണ്, പുള്ളിക്കാരൻ എല്ലാം മെഷീൻസ് എല്ലാം നന്നായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അയാൾക്കെല്ലാം നമ്മളെ പറ്റി എല്ലാം അറിയാമല്ലോ. പിന്നെ നമ്മുടെ ഫാക്ടറി വിസിറ്റ് ചെയ്ത് കാണുമായിരുന്നു. ചിലപ്പോൾ ഹി മേ ബി എ ബയർ. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഉള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അസാധാരണമായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും എല്ലാ ഓൾട്ടർനേറ്റീവ്സും ഓപ്ഷൻസും
നമ്മൾ എക്സാമിൻ ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം. മറ്റേ ക്വസ്റ്റ്യൻ മിസ്റ്റർ മണി ചോദിച്ചത് ഞാൻ അത് Shaji Sebastian, can you please unmute? Yes, good evening Balagopal sir. Good evening. എന്റെ പേര് ഷാജി സെബാസ്റ്റ്യൻ എന്നാണ്. സാറ് എന്റെ പഴയ ഒരു ഗുരുവാണ്. ഞാൻ മുന്നേ നമ്മുടെ പെൻസില പോളിമേഴ്സിൽ പെൻബോളില് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആയിരുന്നു. അന്ന് സാറിന്റെ മീറ്റിംഗുകൾ, സൈറ്റ് മീറ്റിങ്ങുകളിൽ സാറിന്റെ മാനേജ്മെന്റ് ടെക്നിക്കുകൾ എനിക്ക് കുറെ എല്ലാം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹൗ യു ഹാവ് ഡൺ ഇറ്റ് എന്നുള്ള. കാരണം ഞാൻ താമസിച്ച മധുസാറിന്റെ വീട്ടിലായിരുന്നു അന്ന്. അവിടുത്തെ ആ വീട് ഹയർ ചെയ്തിട്ട് താമസിച്ചിരുന്നു. ഇപ്പൊ സാറിന് ഈ രീതി കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യവസായികളുടെ ഇലക്ട്രിഫിക്കേഷൻ വർക്കാണ് ചെയ്യുന്നത്. കേരളത്തിൽ മൊത്തം എനിക്ക് ജോലിയുണ്ട്. ഐ ആം ഡൂയിങ് ദെയർ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ഓൾ ഓവർ കേരള. അപ്പം എനിക്ക് വ്യവസായികൾക്ക് വേണ്ടി ചോദിക്കാനുള്ള കാര്യം, ഈ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഹെഡേക്ക് ഉണ്ട് ഞങ്ങൾക്ക്, വ്യവസായികൾക്ക് എല്ലാവർക്കും, നോട്ട് പേഴ്സണലി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് പ്രൊഡക്ഷൻ ഇല്ലാതെ വി ആർ പേയിങ് ദി ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ഓഫ് ഫിക്സഡ് ചാർജ്. അതിലും കഷ്ടം ഫിക്സഡ് ചാർജ് അടച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടോ ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടോ വൈദ്യുതി ബോർഡ് നമ്മുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ അത് കൂട്ടിയിട്ടിട്ട് ഏറ്റവും അവസാനം ചാർജ് ചെയ്യുന്ന വിത്ത് ഇൻട്രസ്റ്റ് 18% പലിശ എടുക്കുന്നുണ്ട് അവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ തവണയാക്കി തരും. ഇപ്പൊ തന്നെ എനിക്കറിയാം പെരുമ്പാവൂർ സൈഡിലൊക്കെ ചില വ്യവസായികൾ പൂട്ടലിന്റെ വക്കിലാണ്. കാരണം വേറെല്ലാം ഉണ്ട്, ബാങ്ക് പ്രശ്നമൊക്കെ അതൊക്കെ വലിയ പ്രശ്നമായിരിക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പേ ചെയ്യേണ്ട പൈസയാണ്. വി ഹാവ് ടു പേ ഇറ്റ്. ദേ മേ ഗിവ് അസ് ഡിസ്കൗണ്ട് തരുന്നില്ല, വേവർ തരുന്നുണ്ട്. വേവ് ചെയ്യുമ്പോൾ ഈ മാസം അടയ്ക്കേണ്ട പൈസ അടുത്ത മാസത്തിന് അടച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ എമൗണ്ടിൽ ദേ ആർ കളക്ടിങ് ദി ഇൻട്രസ്റ്റ്. അഗൈൻ വി ഹാവ് ടു ക്യാരി ഫോർവേഡ്. ഇത് വലിയ ലയബിലിറ്റി ആയിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഒത്തിരി ആൾക്കാരുടെ തലയിലുണ്ട് ഇത്. എന്താ സാർ അതിനൊരു പ്രതിനിധി? അല്ല, ഓക്കെ. അപ്പൊ ഞാൻ ആക്ച്വലി ഐ വിൽ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞിട്ട് അജയൻ ആൻഡ് അതേഴ്സ്, അനിൽ ബാലനോ എനിക്ക് ഒരു പിന്നെയും ഇപ്പൊ ഒരു ഫെഡറൽ ബാങ്കിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് 6 മണിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെയും അതിലേക്ക് ഐ വിൽ ഹാവ് ടു ഗോ ഫോർ ദാറ്റ്. പക്ഷെ ലെറ്റ് മീ ആൻസർ ഷാജി സെബാസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഷാജി ഞാൻ പറഞ്ഞതുപോലെ ഇത് നൂറ്റാണ്ടിൽ ഒരിക്കലുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്. അല്ലാതെ സാധാരണ ഒരു അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇസ് ദാറ്റ് നമ്മൾ സർക്കാരിനെയും സർക്കാർ വഴി, ഇപ്പം പുതിയ സർക്കാരാണ്, അപ്പം അവരുടെ വഴി ആ പുതിയ വ്യവസായ മന്ത്രിയെ പോയി കണ്ട് ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെയൊക്കെ കണ്ട് ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കണം. നോ, ഇത് അസാധാരണമായിട്ടുള്ള ഇത് ഇപ്പം ഇതിനു മുമ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്, അവരൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇനി ഞാൻ പറയുന്ന ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. ഇതിനു മുമ്പൊക്കെ പലരും പല ബിസിനസ് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നമ്മൾ പോയി നമ്മുടെ ഈ മിനിമം മാക്സിമം ഡിമാൻഡ്, ഈ മറ്റേ ചാർജ്, ഈ ചാർജ്, അത് ഒരു ഇളവ് വേണമെന്ന് പറഞ്ഞാൽ സർക്കാർ അതൊന്നും, അല്ലെങ്കിൽ KSE ബോർഡൊന്നും അതൊന്നും നോക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇപ്പം KSSIയെ ഒരു സംഘടിതമായിട്ട് സംഘടനാ തലത്തില് ഫുൾ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ട് വ്യവസായ മന്ത്രിയെ പോയി കണ്ട് ഈ ഒറ്റ പോയിന്റ് മാത്രം വെച്ചിട്ട് ഇതിനുള്ള ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്താൽ ഞാൻ പറയുന്നത് അതിന്റെ ചാൻസസ് ഓഫ് ഇറ്റ് സക്സീഡിങ് ആർ വെരി ഗുഡ്. ബിക്കോസ് ഇങ്ങനെ ഈ കാര്യത്തില് സർക്കാരിന് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ അവർക്ക് ഇപ്പൊ നോട്ട് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഇല്ലല്ലോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂട്ട്. അപ്പം ഇവര് സോവറൻ നോട്ട് ഇഷ്യൂയിങ് കറൻസി ഇഷ്യൂയിങ് പവർ അല്ലല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്നത് കൺസെഷൻസ് എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ സർക്കാരും ഈ വ്യവസായ മന്ത്രി, ഞാൻ ഒരു പാനൽ ഡിസ്കഷനിൽ പുള്ളിക്കാരനായിട്ട് പാർട്ടിസിപ്പേറ്റ്, ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ് ബൈ ഈ കാര്യങ്ങളും തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തയ്യാറാണ്, കേൾക്കാനുമുള്ള ഒരു ക്ഷമയോടെ കേൾക്കുകയും ചെയ്തു പുള്ളിക്കാരൻ. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി ഡു ദിസ് നൗ. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ അസോസിയേഷൻ വഴി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് മിസ്റ്റർ ഷാജി സെബാസ്റ്റ്യന്റെ കൂട്ട് ഈ സബ്ജക്റ്റിനെ പറ്റി വിവരമുള്ള 1-2 പേര്, നല്ല ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന 2-3 പേരും കൂടെ വെച്ചിട്ട് പോയാൽ ഇറ്റ് വിൽ സക്സീഡ് എന്നുള്ള കാര്യത്തിനെ പറ്റി എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ് ചാൻസസ് ഓഫ് സക്സസ് ആർ വെരി ഗുഡ്. വളരെ നന്ദി സർ. With your permission, can I take two more questions?
very quickly, because very quickly. Okay. Mr. C.S. Ashik, he is the company secretary and part of CMA. Ashik, please. Mr. Ashik. Hello. Yeah, Anil. Can you hear me? Yeah, please unmute. Yes, please go ahead. Can I ask? Yeah. Yes, please go ahead. Sir, good evening, sir. ലേറ്റസ്റ്റ് പല മാഗസിനിലും പല സെമിനാർസിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഗിഗ് എക്കണോമിക്ക് കുറച്ചും കൂടെ പിന്നെ ഇമ്പോർട്ടൻസ് വരാൻ പോവാണ്. വലിയ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്പനികളെല്ലാം തന്നെ they are not going to invest in much in machineries or production or manufacturing, so they will automatically depend upon these MSMEs. Even the recent foreign FDI norms also has been relaxed for കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. 30% or 25% ലോക്കൽ എക്കണോമിയിൽ നിന്ന് MSMEയിൽ നിന്ന് മാനുഫാക്ചറിങ് ലോക്കലി സോഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്തരത്തിലുള്ള മൂവ്മെന്റ് ഈ ഒരു പോസ്റ്റ് കോവിഡ് എറയിൽ MSMEകൾക്ക് ബെനിഫിറ്റ് ആവോ, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഫോർ ഒരു കടലാസിൽ ഒതുങ്ങി നിൽക്കുവോ? വാട്ട് യു തിങ്ക്? സോ ആഷിക് ഇപ്പം പറഞ്ഞത് ഐ തിങ്ക് ഇൻഫാക്ട് ഈ കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ 5-6 വർഷം മുമ്പ് തന്നെ ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയതുമായിരുന്നു. ദാറ്റ് ഈസ് ഈ പുതിയ ടെക്നോളജീസ് കാരണം ചെറുകിട വ്യവസായങ്ങളിൽ ഡിസ്പെർസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ ഒറ്റ വലിയ ഫാക്ടറിയെ കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ട് ചെറിയ ഫാക്ടറികളിൽ നമുക്ക് പല എല്ലാം പറ്റത്തില്ല, പക്ഷെ പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം വളരെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഗാർമെന്റ്സ് നമുക്ക് 1000 സോയിങ് മെഷീൻസ് ഒരു ഷെഡിൽ ഒരു വലിയ ഫാക്ടറിയിൽ വെക്കുന്നതും 1000 സോയിങ് മെഷീൻസ് 1000 വീടുകളിൽ നമ്മൾ വെക്കുന്നതും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഈ 1000 വീടുകളിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ എഫിഷ്യന്റ്. മാത്രമല്ല പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, കോസ്റ്റ് കുറവായിരിക്കും. ആൻഡ് നമ്മുടെ റിസ്ക് ഈ ബിസിനസ് ഓർഡേഴ്സ് കൂടുകയും കുറയുകയും ചെയ്യുമ്പം നമുക്കുള്ള ആ ഓവർ ഹെഡ് റിസ്ക്കും ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത് ഈ ചെറുകിട മേഖല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ, ഇപ്പം ഫുട്വെയർ ഉണ്ടാക്കുന്ന മേഖല, അല്ലെങ്കിൽ ഗാർമെന്റ്സ് ഉണ്ടാക്കുന്ന മേഖല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റബ്ബർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന, ചപ്പൽസ് ഉണ്ടാക്കുന്ന മേഖല, വേറെ ഏത് മേഖല ആയിക്കോട്ടെ, ഫുഡ് പ്രോഡക്ട്സ്, ഈ മറ്റേ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന മേഖലയായിരിക്കും. നിങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് പോയിട്ട് ഒരു അസോസിയേഷൻ പോലെ പോയിട്ട് ഒരു വലിയ ഒരു ബ്രാൻഡഡ് മാനുഫാക്ചറിന്റെ അടുത്ത് പോയിട്ട് പറയുക, നിങ്ങൾക്ക് എന്താ വേണ്ട, ഇന്ന ക്വാളിറ്റി നിങ്ങൾ പറയുക, ഏത് ക്വാളിറ്റിയാ വേണ്ട, എല്ലാം വേണ്ട, ഞങ്ങൾ സാമ്പിൾ കൊടുക്കാം, നിങ്ങളത് പിന്നെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാം ഒരു പ്രൈസ്, ഞങ്ങളുടെ അസോസിയേഷൻ ഗ്യാരണ്ടി ചെയ്യും. ഐ എം ടെല്ലിങ് യു മോർ ആൻഡ് മോർ മാനുഫാക്ചറിങ് ആ രീതിയിലേക്ക് പോവാണ്. അപ്പൊ ദാറ്റ് ഈസ് എ വെരി ഗുഡ് സജഷൻ. KSSIA ഇതിന് മുൻകൈ എടുത്ത് ഒരു മിഷൻ മോഡ് ആക്കണം. ഇങ്ങനെ ഇതുപോലെ നമ്മൾ പോയി തെരഞ്ഞെടുക്കണം. മാർക്കറ്റിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് വർക്ക് ചെയ്താൽ വളരെ നന്നായിരിക്കും. കേരളത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് പറ്റിയ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണിത്. It will be a great success, I think so. Yes, I think KSSIA can take the initiative. Yeah, so I will. Thank you, sir. Thank you. I will have to stop here. I'm sorry, Ajayan and others. Sir, can I just give you a suggestion? If you can put it to senior any conference meeting, that is നമ്മുടെ ഈ മൈക്രോ യൂണിറ്റ്സ് ഉണ്ടല്ലോ, they are in a catch-22 situation because they have to go. Ajayan, I will really have to go because ഞാൻ ചെയർ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്. Okay, carry on, sir. അതുകൊണ്ട് so will you please excuse me? In fact, ഞാൻ പറയുന്നത് നമുക്ക് വേറെ എപ്പോഴെങ്കിലും വേറെ ഒരു സെഷനും വേണമെങ്കിൽ വെക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും പ്രയോജനം തോന്നുവാണെങ്കിൽ നമുക്ക് I have no problem about, because ഇപ്പൊ ഒരു സെഷൻ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സൂമിൽ വന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ നീട്ടി. ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച എല്ലാം വർക്ക് ചെയ്യാൻ ഐ എം പ്രിപ്പയർഡ് ടു. എനിക്കിത് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ ഈ മലബാർ ഭാഗത്ത് നിന്നുള്ള വ്യവസായികളുടെ ഈ ഇത്രയും എന്തൂസിയാസമും ഉഷാറായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ഉത്തേജനമാണത്. സോ ഐ വിഷ് യു ഓൾ വെൽ. നിങ്ങളുടെ ഈ എനർജി എല്ലാം കൊണ്ട് നിങ്ങൾ ഈ
ഈ വലിയൊരു പ്രതിസന്ധി അതിജീവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എൻ്റെ എല്ലാ വിധത്തിലുള്ള ഗുഡ് വിഷസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. Thank you very much. We will discuss later, sir. Thank you, sir. Thank you very much. Over to President, Mr. Abdurrahman Khan. അബ്ദുറഹ്മാൻ ഖാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സജഷൻ ഞാൻ ഇവിടെ ഒന്ന് പറയാണ് അനിൽ. അത് ഇവര് ഏത് ലെവലിൽ എടുക്കണമെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇവിടെ എന്താ വെച്ചാൽ മൈക്രോ യൂണിറ്റ് സ്മോൾ ആൻഡ് മൈക്രോ യൂണിറ്റ്സ് ഇവരൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ദേ ഷുഡ് ഗോ ഡിജിറ്റൽ ടെക്നോളജി കൊണ്ടുവരണം. ദേ ആർ ഇൻ എ catch-22 സിറ്റുവേഷൻ വേർ ദേ cannot bring money, they don't have the money, and without the technology they cannot grow unless if the government can take an initiative and to identify some startups who can do this for at least handhold these micro units. Angane identify ചെയ്തു കഴിഞ്ഞിട്ട് if the government from the government side so that വലിയ ചെലവില്ലാണ്ട് ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് they can be digitalized as well as the startup segment also will have its own benefit. അങ്ങനെ ഒരു ട്രസ്റ്റ് കൊടുക്കാൻ പറ്റിയ നന്നായിരിക്കും എന്ന് എനിക്ക് ഒരു സജഷൻ ഉണ്ട്. that should be put up to the government. Yes. അജയേട്ടാ നമുക്കിതിൽ സൂചിപ്പിക്കാനുള്ളതേ അജയേട്ടനോടാണ്. പറഞ്ഞോളൂ. ഇപ്പൊ നമ്മുടെ ഈ MSME മേഖലയിലെ ആളുകൾ കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യുന്നത് അവര് ആദ്യം ഒരു പ്രൊജക്ട് തയ്യാറാക്കണം. MSME മേഖലയിൽ ആരായാലും ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിന്റെ പ്രൊജക്ട് തയ്യാറാക്കി അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ ആവശ്യത്തിന് ബാങ്കിനെ സമീപിക്കണം. അപ്പൊ ഒരു ₹1 കോടി പ്രൊജക്ട് ആയിരിക്കും അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കും, അവന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ബാങ്കിൽ പോയി നമുക്കറിയാലും ഇപ്പൊ എത്ര സമയം അത് മാറ്റി നിർത്താം. ബാങ്ക് ഇവനെ നെഗോഷിയേറ്റ് ചെയ്യണം. പിന്നെ നിനക്ക് ഈ പ്രൊജക്ട് തുടങ്ങാനായിട്ട് ഇത്രയും ആവശ്യമില്ല, ഒരു 50 ലക്ഷം രൂപ മതി. അത് ബാങ്ക് അല്ല പ്രൊജക്ട് തുടങ്ങുന്നതാണ്, പക്ഷെ ബാങ്കാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ആ ബാങ്കിന് എന്താ പറയാ ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് 50 ലക്ഷം ആൾക്കാർ 1 ലക്ഷത്തിനാണ് ഇതിൽ അപേക്ഷിക്കണേ എന്നുള്ളത്. ഒരു തെറ്റായിട്ട് കൺസെപ്റ്റ് ബാങ്കുകൾക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സാറേ. ഇതിന് സംഭവിക്കുന്ന എന്താണെങ്കിൽ ഇവന്റെ അവസാന നിമിഷം ആകുമ്പോഴേക്കും ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ കൂടി കയറി ഉണ്ടാവും. കാരണം ഇത് 10 ആളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്നുള്ളത്. ഇവൻ അതിൽ ഈ കൺവിൻസിംഗ് ആവും, അതായത് അന്ന് 50 ലക്ഷം മതി എന്നുള്ളത്. ഇത് വെച്ചിട്ട് പിന്നെ തുടങ്ങുന്നത്. അപ്പൊ ഈ 50 ലക്ഷം പോയി അവൻ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യ പോയി ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാങ്കുകളുടെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റങ്ങൾ വരണം. സാർ ഒരു ബാങ്കർ ആയിരുന്നതുകൊണ്ട് അല്ല, ഞാൻ ബാബു ഈ പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ബാബു, ഞാൻ ഒരു സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ എങ്ങനെ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത മാതിരി ഐ വിൽ ഡു എ സെഷൻ ഫോർ യു. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പലപ്പോഴും സംഭവിക്കുന്ന ബാങ്കിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ടുകൾ പലപ്പോഴും നിങ്ങൾ അധികം ഡീപ്പ് സ്റ്റഡി ചെയ്യാണ്ട് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലെ ഫിഗേഴ്സ് ഒന്നും നിങ്ങൾ അസംഷനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ അസംഷൻസ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തന്ന ഒരു ചാർട്ടർ അക്കൗണ്ടന്റോ ഒരു കൺസൾട്ടന്റോ ചെയ്യുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ടും ആയിട്ടായിരിക്കും പോവുക. ആ സമയത്ത് ചിലപ്പോൾ ബാങ്കേഴ്സ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം പറയാനോ പ്രസന്റ് ചെയ്യാനോ സാധിക്കാണ്ട് വരുമ്പോഴാണ് ബാങ്കുകാർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 തരുള്ളൂ പറഞ്ഞാൽ ഡോണ്ട് ടേക്ക് ഇറ്റ്. എന്താ കാരണം വെച്ചാൽ എടുക്കരുത്. ഞാൻ പറയണെന്ന് വെച്ചാൽ ഉറപ്പാണ് നിങ്ങൾ 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതായത് ക്യാഷ് 2 ഓവർ റണ്ണാണ് ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാവുക. ഒന്ന് ടൈം ഓവർ റൺ, കോസ്റ്റ് ഓവർ റൺ. നിങ്ങളുടെ കോസ്റ്റ് ഓവർ റൺ വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് റീസ്ട്രക്ചറിങ് ആയി, നിങ്ങൾ പണം വെട്ടിച്ചു എന്നായി. സോ ഡോണ്ട് ഗോ ഫോർ സച്ച് ലോൺസ്. നിങ്ങൾക്ക് വേണ്ട പൈസയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. ആ പണം നിങ്ങളെ എങ്ങനെ അറൈവ് ചെയ്തു എന്നുള്ള ഓരോ അസംഷൻ, നിങ്ങൾ ഓരോ പ്രൊജക്ഷൻസും കോസ്റ്റിൻ്റെ കാര്യത്തിലായാലും റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോണ സെയിൽസിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ എന്തുകൊണ്ട് ആ ഫിഗർ എടുത്തു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള അസംഷൻ വേണം. ആ അസംഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് പ്രോപ്പറായി മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സോ അങ്ങനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഡോണ്ട് ടേക്ക് ഇറ്റ്. പലപ്പോഴും നമ്മൾ ബാങ്ക് തരുന്നതിൽ നിങ്ങൾക്ക് വേറെ റിസ്ക്കും കൂടിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു 25 ലക്ഷമായിരിക്കും ആകെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? ബാങ്ക് ഇപ്പോൾ ഒരു 75 ലക്ഷമാണ് മാക്സിമം തരിക. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ 25 എടുത്തിട്ട് ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ
ഈ റൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ എല്ലാ പ്രൊജക്ഷൻസും ഇതേമാതിരി പല വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വേരിയബിളിന് എന്തെങ്കിലും ഒരു വശത്ത് ഒരു അപകടം വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രൊജക്റ്റിനെ മൊത്തത്തിൽ തകിടം മറിക്കാവുന്ന ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റ്, ഒരു ക്രിട്ടിക്കൽ പാത്ത് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആക്ഷൻ, അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം വന്നു പോയാൽ നിങ്ങളെ ആ സമയത്ത് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പൈസ അല്ലാണ്ട് ബാങ്ക് ആ സമയത്ത് പൈസയൊന്നും തരില്ല. അപ്പോൾ നമ്മൾ എത്ര ലോൺ എടുക്കണം, എങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം, അങ്ങനെ ഒരു റിസ്ക് വേരിയബിൾസ് വന്നാൽ നിങ്ങളത് എങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളതൊക്കെ എപ്പോഴും നമുക്കൊരു ബിസിനസ് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾ ഒരിക്കലും ഷോക്ക്ഡ് ആവരുത്. ഞാൻ ഒരിക്കലും ഒരു ബാങ്കർ എന്നുള്ളതിലേക്ക് നിങ്ങളോട് ലോൺ കുറച്ചെടുക്കാൻ പറയില്ല, അൺലെസ് ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ അസംഷൻസിനെ കുറിച്ച് വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും എന്തിന് നിങ്ങൾ ഇത് ചെയ്യണം. പക്ഷെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഫണ്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന 75% ഫണ്ട് ചെയ്യുന്ന ബാങ്ക് ഒരിക്കലും ഒരു പാർട്ട്ണർ റോൾ എടുക്കുന്നില്ല. ദേ ഡോണ്ട് സിറ്റ് ആൻഡ് ഡിസ്കസ് വിത്ത് യു. മനസ്സിലായില്ലേ? പേപ്പർ വെച്ചിട്ട് പൊക്കോളാൻ പറയും, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എടുത്ത് നോക്കിയിട്ട് നോട്ട് വരും, അതിൻ്റെ തിരക്കില്ല അങ്ങനെ പോകും. അങ്ങനെയല്ല, ആ ഡിസ്കഷൻ നടക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില റോളുകളുണ്ട് പ്രൊജക്ട് റിപ്പോർട്ട്സിനെ കുറിച്ചിട്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ടേ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ബാങ്കേഴ്സിൻ്റെ അടുത്ത് ആരെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് കയറി എടുക്കരുത്. അത് വലിയൊരു പ്രശ്നമായി മാറും. പിന്നെ നിങ്ങളുടെ പ്രൈവറ്റ് ഫണ്ടിങ്ങിലേക്ക് പോകേണ്ടി വരും. അതും നിങ്ങൾക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഡോണ്ട് ഡു ഇറ്റ്. മാത്രമല്ല, ഇപ്പോൾ വരാൻ പോകുന്ന റീസ്ട്രക്ചറിങ്ങിൻ്റെ കാര്യത്തിലും തൽക്കാലം 2 മിനിറ്റ് ഓക്സിജൻ വലിക്കാന്നുള്ള വിധത്തിൽ തന്നാന്ന് റീസ്ട്രക്ചർ ചെയ്തു എന്നുള്ളൂ എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് വാല്യൂ ആണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾക്ക് അത് ക്യാഷ് ഫ്ലോ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ബാങ്കേഴ്സിൻ്റെ ഭാഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടാവും. ഈ ഒരു കുഴപ്പങ്ങളുമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത ആളോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഞാൻ ചെയ്തതല്ല പ്രൊജക്ട് റിപ്പോർട്ട്, ഞാൻ ചെയ്ത ആളോട് ചോദിച്ചു, ബാങ്കിൽ നിങ്ങൾ കിട്ടി പറഞ്ഞു, എന്ത് ചെയ്തു ചോദിച്ചു, ഞാൻ കൊടുത്തു പറഞ്ഞു, കഴിഞ്ഞു. ഉള്ളിൽ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല. മനസ്സിലായില്ലേ? അത് എന്താ വെച്ചാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് ഒരാളെ വിശ്വസിക്കുകയല്ല, നിങ്ങൾ ആ ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ജീവനാണത്, അതിൽ ഓരോ പൈസയും. മനസ്സിലായില്ലേ? നിങ്ങളുടെ അത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അത് എവിടെ പോകുന്നത്, എന്താ പോകുന്നത്. മിസ്റ്റേക്സ് സംഭവിക്കാം. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെല്ലാം അസംഷനിൽ ചെയ്തുകൊണ്ട് മിസ്റ്റേക്സ് സംഭവിക്കാം. ഒരു പ്രൊജക്ട് റിപ്പോർട്ടും അതേമാതിരി ഫിനിഷ് ചെയ്ത പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ വെച്ചാൽ യു ആർ പ്ലേയിങ് വിത്ത് ലോട്ട്സ് ഓഫ് വേരിയബിൾസ്. അതിനെ എങ്ങനെ ക്രോഡീകരിച്ച് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ മോഡലിനെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അത് മാത്രമല്ല, അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിലുണ്ടാകാവുന്ന, നിങ്ങൾക്കിപ്പോൾ 50 രൂപയ്ക്ക് വിൽക്കാൻ പ്ലാൻ ചെയ്ത സാധനം 45 രൂപയ്ക്ക് വിറ്റാൽ നിങ്ങളുടെ എങ്ങനെയാവും. അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസും കൂടി നിങ്ങളുടെ പ്രൊജക്റ്റിൽ അനലൈസ് ചെയ്യണം. എന്നാൽ പിന്നെ നമ്മൾ കുറേ കൂടി കോൺഫിഡൻ്റ് ആയി എടുക്കും. ബാങ്കേഴ്സ് അങ്ങനെ പറഞ്ഞാൽ ഡോണ്ട് ടേക്ക് ഇറ്റ്. എനിക്കതേ പറയാനുള്ളൂ. അവിടെ ഒരു ഹിച്ച് ഉണ്ട്. നിങ്ങൾ കൊടുത്താൽ ബാങ്ക് ആദ്യം നിങ്ങളുടെ സിബിൽ നോക്കും. സിബിൽ നോക്കിയിട്ടാണ് ഈ ലോൺ ഈ 50 തരാൻ പറ്റുള്ളൂ എന്ന് പറയുക. അപ്പോഴേക്കും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ പറയുക, ബാങ്കുകാർ ചോദിക്കും, നിങ്ങളുടെ സിബിൽ ഓൾറെഡി കാനറ ബാങ്ക് നോക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്താ അവിടെ നിന്ന് എടുത്തില്ലേ എന്ന് പറയും. അപ്പോൾ മറ്റേ ബാങ്കുകാരന് സംശയമായി. അപ്പോൾ ബാങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് പറയാം, നിങ്ങളിത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ലെൻഡബിൾ ആണെങ്കിൽ മാത്രം എൻ്റെ സിബിൽ നോക്കിയാൽ മതി. അല്ലാണ്ട് നിങ്ങൾ സിബിൽ കയറി നോക്കിയിട്ട് അവിടെ ഒരു റെക്കോർഡ് ഉണ്ടാക്കണ്ട എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അത് സിബിലിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആദ്യം സിബിൽ നോക്കുക. അപ്പോൾ ചിലർക്ക് നോക്കുമ്പോൾ പറയും, ഇയാൾ 3 ബാങ്കിൽ കയറി കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇത് ഈ ഡിസ്കഷൻ എനിക്ക് തോന്നുന്നത് stop it. Okay, thank you. അല്ല, ബാബു ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. റസാഖ് ജി, ഒരു ക്യൂ ക്വസ്റ്റ്യൻ. നമ്മള് ഇപ്പോ ഞാൻ ഈ സെഷൻ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു ഇവിടെ. അവര് പറഞ്ഞു, ബേസ്ഡ് ഓൺ മൈസൂരിലെ, അപ്പൊ അവരെ MSME-ലൊക്കെ ഈ മാനുഫാക്ചറിംഗ് എക്യുപ്മെന്റ്സിന് 70% പിന്നെ എമൗണ്ട് റിട്ടേൺ കർണാടക ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 1 CR പ്രൈസുള്ള മെഷീനറി ആണ് MSME സ്കീമിലൂടെ വാങ്ങി കഴിഞ്ഞാൽ ഗവൺമെന്റ് വിൽ പേ ബാക്ക് 70 lakhs. സബ്സിഡി ആണോ? സബ്സിഡി രൂപത്തിൽ ഇപ്പൊ ഒരു സ്കീം ജസ്റ്റ് അനൗൺസ് ചെയ്താണല്ലോ ഈ ഒരു മൊമെന്റിൽ. അത് ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ഐ ആം ഗോയിങ് ടു സ്റ്റഡി ടുമോറോ. ഇല്ല ഡീറ്റെയിൽ എടുക്കാൻ. അനിൽ ജി, അജയൻ ജി, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സ്കീം?
ഇല്ല. 70% is most unlikely. അപ്പൊ എനിക്ക് ഇവർക്ക് കിട്ടിയ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്ന് പഠിക്കുന്നുണ്ട്. ഇഫ് ഐ ഗെറ്റ് ഞാൻ ഷെയർ ചെയ്യാം എല്ലാവർക്കും. അത് ഈ എനർജി സേവിങ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഈ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ 50% വരെ മുമ്പ് ഉണ്ടായിരുന്നു. അത് up to 50% maybe, but not up to 70%. ഒരു ഇലക്ട്രോണിക് ഇതിന്റെ സപ്പോർട്ടിംഗ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, MSME ആയിട്ട് രജിസ്റ്റർ ചെയ്താണ്. ആക്ച്വലി ബേസ്ഡ് ഓൺ ഫ്രം കേരള, ബട്ട് ദേ ഷിഫ്റ്റഡ് ടു കർണാടക ഫോർ ഗെറ്റിംഗ് ദീസ്. ഇത് കമ്പനിയാണ്, കമ്പനി രജിസ്റ്റർഡ് ഓഫീസ് മാറ്റി, ഫാക്ടറി മാറ്റി, അഡ്രസ് ഒക്കെ മാറ്റി. They told they've already took the benefit. Let me study in detail. സബ്സിഡി ആണോ 70%? നോക്കട്ടെ, ഞാൻ ഇപ്പോ ഈ ഒരു മീറ്റിംഗ് നടക്കും, അപ്പുറത്തെ ഒരു മീറ്റിംഗിന്റെ ഇടയിൽ കിട്ടിയ ഇൻഫർമേഷൻ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഷെയർ എന്റെ പേര് നൗഷാദ്. ഞങ്ങൾ അവിടെ കുറച്ചു കാലമായി ബിസിനസ് നടത്തുന്നു. ഇങ്ങനെ ഒരു വിവരം നമുക്ക് അറിഞ്ഞുകൂടാ. 12 വർഷമായി കർണാടകയിൽ നമ്മൾ പല ഇൻഡസ്ട്രി നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവരോടൊന്ന് ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ ഒരു വിവരം അറിഞ്ഞാൽ നമുക്ക് നല്ലതാണ് വാങ്ങിക്കാൻ. താങ്ക് യു അജേട്ടൻ, താങ്ക് യു അനിൽ ബാലൻ. ഏതായാലും നമ്മൾ വളരെ നീണ്ട ഒരു ചർച്ച നടന്നത്. ഏതായാലും വ്യവസായികളെ സംബന്ധിച്ചോളം അവരുടെ സംശയങ്ങൾ ഇനിയും ബാക്കിയാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു പ്രോഗ്രാം ഇനിയും വേണമെങ്കിൽ നമുക്ക് നടത്താം. എനിക്ക് ബാങ്കിങ്ങിന്റെ ഒന്ന് പ്ലാൻ ചെയ്തൂടെ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും കൂടി. What is CIBIL all about? അതെ. ഇതെല്ലാം കൂടി ഒരു ക്യാപ്സ്യൂൾ കോഴ്സ് ഒരു ഡേ നമുക്ക് അങ്ങനെ ഒരു അറേഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കോമ്പണൻസിന്റെ മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഏതായാലും നന്ദി പറയാൻ ബഹുമാനപ്പെട്ട KSIA ജില്ലാ പ്രസിഡന്റ്. KSIA കോഴിക്കോടും വൃദ്ധി CTS, CMA, ടൈ കേരള, സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവർ സംയുക്തമായി നടത്തിവരുന്ന ഹാൻഡ് ഹോൾഡിംഗ് MSMEs എന്ന സീരീസിന്റെ 8ാമത്തെ ഭാഗമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ മെയ് 28-ന് ബാലഗോപാൽ ചന്ദ്രശേഖർ സർ നടത്തിയ സ്പീച്ചിന് തുടർച്ചയായി അദ്ദേഹവുമായി നടത്തിയ ഇന്ററാക്ഷൻ വളരെയധികം നന്നായിട്ട് എല്ലാ പാർട്ടിസിപ്പൻസും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലപ്പുറം പാർട്ടിസിപ്പൻസ് അത് നന്നായി ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബാലഗോപാലൻ സാർ നന്നായി വിശദമായി നല്ല ഇൻഫർമേറ്റീവായി മറുപടി പറയുകയുണ്ടായി. അദ്ദേഹത്തിന് സംഘാടകരുടെയും പാർട്ടിസിപ്പൻസിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത വ്യവസായികളുടെ ഉറ്റ സുഹൃത്തായ ശ്രീ PA നജീബ് സാർ ഏത് പ്രതിസന്ധിയിലും വ്യവസായികൾക്കൊപ്പം നിന്ന് പ്രശ്നങ്ങൾ പഠിച്ച് പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇനിയും ഒരുപാട് കാലം കോഴിക്കോട് അദ്ദേഹത്തിന്റെ സേവനം ലഭിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ്. അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം വ്യവസായികൾക്ക് വിശ്വസിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമായി അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഘാടകരുടെയും നമ്മുടെ KSIയുടെ പ്രത്യേകിച്ച് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ M അബ്ദുറഹിമാൻ കഴിഞ്ഞ മെയ് 28-ന് നടന്ന സെഷനെ കുറിച്ച് വിശദമായ ഒരു വിശദീകരണം നൽകിയ വൃദ്ധി CTSന്റെ മാനേജിംഗ് പാർട്ട്ണറും മറ്റൊരു സംഘാടകരുമായ ശ്രീ K അജയൻ അവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത VKC മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്രീ VKC റസാക്കിനും കോഹോസ്റ്റായ ശ്രീ അനിൽ ബാലനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതൊരു വൻ വിജയമാക്കി തന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഹരിദാസിന്റെ നമ്പർ ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഹരി നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും മിസ്റ്റർ സാം.